بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. മതം, ധാർമ്മികത, നവോത്ഥാനം എന്ന പ്രമേയത്തിലെ പ്രചാരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കണ്ണൂർ ജില്ലാ ISM കമ്മിറ്റി സംഘടിപ്പിച്ചിരിക്കുന്ന ഓപ്പൺ ഫോറത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടന പരിപാടി ഇവിടെ സമാരംഭിക്കുകയാണ്. മുജാഹിദ് പ്രസ്ഥാനത്തെയും അതിന്റെ പ്രവർത്തനങ്ങളെയും സംബന്ധിച്ചിടത്തോളം തലശ്ശേരിയിലെയും പരിസര പ്രദേശങ്ങളിലെയും ആളുകൾക്ക് പ്രത്യേകിച്ച് പറഞ്ഞുകൊടുക്കുകയോ അവരോട് ഓർമ്മപ്പെടുത്തുകയോ ചെയ്യേണ്ടതില്ല. പ്രസ്ഥാനവുമായി ഏതെങ്കിലും വിധത്തിൽ ബന്ധപ്പെടുകയോ സഹകരിക്കുകയോ അതിന്റെ പ്രവർത്തനങ്ങളെ അകലെ നിന്നോ അടുത്തുനിന്നോ നോക്കിക്കാണുകയോ ചെയ്യുന്ന ഒരു പ്രത്യേകമായ ചുറ്റുപാടിൽ ജീവിക്കുന്ന സഹോദര സഹോദരിമാർ, അങ്ങനെയുള്ളവരാണ് ഈ പ്രദേശത്തുകാരായിട്ടുള്ള ആളുകൾ. ഈ പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം 1 നൂറ്റാണ്ടിലേറെ കാലമായി കേരളീയ സമൂഹത്തിൽ നവോത്ഥാന പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ്. അന്ധവിശ്വാസങ്ങൾക്കെതിരിൽ, അനാചാരങ്ങൾക്കെതിരിൽ, അധർമ്മങ്ങൾക്കെതിരിൽ, സമാധാനം തകർക്കുന്ന പ്രവർത്തനങ്ങൾക്കെതിരിൽ ഈ പ്രസ്ഥാനം അതിൻ്റെതായിട്ടുള്ള ഭാഗധേയം പ്രവൃത്തിപഥത്തിൽ നിർവഹിച്ചു വന്നുകൊണ്ടേയിരിക്കുകയാണ്. പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങളുടെ ഗുണഫലങ്ങൾ ഏതെങ്കിലും വിധത്തിൽ എപ്പോഴെങ്കിലും അനുഭവിച്ചിട്ടില്ലാത്ത ഒരാളും തന്നെ പ്രത്യേകിച്ച് കേരളീയ മുസ്ലിം ജനസാമാന്യത്തിലോ കേരളീയ സമൂഹത്തിലോ ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. അങ്ങനെയുള്ള ഈ പ്രസ്ഥാനം മതമെന്ത്, ധർമ്മമെന്ത്, നവോത്ഥാനമെന്ത് എന്ന് കേരളത്തിന്റെ മുക്കുമൂലകളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് സംവദിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സംവാദത്തിന്റെ സ്നേഹരൂപത്തിലുള്ള ഒരു പരിപാടിയാണ് ഓപ്പൺ ഫോറം എന്ന ഈ പരിപാടി കൊണ്ട് ഈ പ്രസ്ഥാനവും അതിന്റെ പ്രവർത്തകരും ലക്ഷ്യമാക്കിയിട്ടുള്ളത്. പരിശുദ്ധ ഇസ്ലാമിന്റെ കൃത്യമായിട്ടുള്ള ആശയാദർശങ്ങൾ എല്ലാ വിഭാഗം ആളുകളിലേക്കും എത്തിക്കുക എന്നത് ജീവിതത്തിന്റെ ബാധ്യതയായി ഏറ്റെടുത്തിരിക്കുന്ന, കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗമെന്ന നിലക്ക് ഈ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങൾ ജനോപകാരപ്രദമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ്. മനുഷ്യരെന്ന നിലയിൽ ഈ ഭൂമിയിൽ അവന് നിർണയിക്കപ്പെട്ടിരിക്കുന്ന ജീവിതത്തിന് ഒരു കണക്കുണ്ട്. ആ കണക്കിന്റെ സമാപ്തിയിൽ ഇവിടെ നിന്ന് വിട്ടകന്നുകൊണ്ട് മരിച്ചു പിരിഞ്ഞതിനു ശേഷം മറ്റൊരു ലോകക്രമവും അവിടെ രക്ഷയും ശിക്ഷയും തീരുമാനിക്കപ്പെടുന്ന ചുറ്റുപാടുകളുമൊക്കെ ഉണ്ട് എന്ന് മനസ്സിലാക്കുകയും വേദഗ്രന്ഥങ്ങളുടെ, വിശിഷ്യ സർവവേദങ്ങളുടെയും സാരാംശമായ പരിശുദ്ധ ഖുർആനിലൂടെ പ്രബോധനം ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു മനുഷ്യപ്രസ്ഥാനമാണ് മുജാഹിദ് പ്രസ്ഥാനം. ഈ പ്രസ്ഥാനത്തെ ആരും തന്നെ ദൂരെ മാറി നിന്ന് സംശയത്തോടുകൂടി നോക്കിക്കാണുകയോ നിരീക്ഷിക്കുകയോ ചെയ്യേണ്ടതില്ല. ആരെങ്കിലും അങ്ങനെ ചെയ്യുന്നു എന്ന അർത്ഥത്തിലല്ല ഞാനിത് പറയുന്നത്. മറിച്ച് മനുഷ്യർക്ക് ആവശ്യമുള്ള കാര്യങ്ങളുമായി ജനങ്ങളുടെ കൂടെ നിന്നുകൊണ്ട് 1 നൂറ്റാണ്ടിലേറെ കാലമായി പ്രവർത്തിച്ചപ്പോൾ ഈ പ്രസ്ഥാനം മനസ്സിലാക്കിയിട്ടുള്ള ഒരുപാട് അനുഭവ യാഥാർത്ഥ്യങ്ങളുണ്ട്. ആ യാഥാർത്ഥ്യങ്ങളിൽ നിന്നുകൊണ്ട്
കാര്യങ്ങൾ സംവദിക്കുമ്പോൾ ഇന്നാട്ടിലുള്ള ആളുകളോട്, അതല്ലെങ്കിൽ ഈ രാജ്യത്ത് നിവസിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളോട് മതം വളരെ സമാധാനത്തോടുകൂടി സൗഹാർദ്ദത്തോടുകൂടി ശാന്തമായി പറഞ്ഞു കൊടുക്കുമ്പോൾ അത് ഏറ്റെടുക്കുവാനും അത് സ്വീകരിക്കുവാനും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും തയ്യാറായിക്കൊണ്ടിരിക്കുന്ന ഏറെ ആളുകൾ ഈ പ്രസ്ഥാനത്തിനും അതിന്റെ പ്രവർത്തനങ്ങൾക്കും എക്കാലത്തും കരുത്തു തന്നെയാണ്. അതുകൊണ്ട് ഈ പ്രസ്ഥാനം ഈ ഓപ്പൺ ഫോറം എന്ന പരിപാടിയിലൂടെ ലക്ഷ്യമാക്കിയിട്ടുള്ളത് ഒരു തുറന്ന സംവാദമാണ്. ഇവിടെ വന്നു ചേർന്നിരിക്കുന്ന ആളുകൾക്ക് ഇവിടെ പ്രൊമോട്ട് ചെയ്യുന്ന മതം, ധാർമ്മികത, നവോത്ഥാനം എന്ന വിഷയത്തിൽ അവരുടെ സംശയങ്ങൾ കൂടി ചോദിക്കുവാനും ഇസ്ലാഹി കേരളത്തിന്റെ ശ്രദ്ധേയരായ പണ്ഡിതന്മാരിൽ നിന്ന് പരിശുദ്ധ ഖുർആനിന്റെയും പ്രവാചകചര്യയുടെയും ഇജ്മാഇന്റെയും ഖിയാസിന്റെയും വെളിച്ചത്തിൽ കൃത്യമായിക്കൊണ്ട് ഇസ്ലാമികമായി സംശയങ്ങൾ ദൂരീകരിക്കുവാനുമുള്ള സാഹചര്യം കൂടി ഈ പരിപാടിയുടെ ഭാഗമായി ISM ഒരുക്കിയിട്ടുണ്ട്. മുഴുവൻ ആളുകളുടെയും സഹായവും സഹകരണവും ഈ വിഷയത്തിൽ ഉണ്ടായിരിക്കുമെന്ന പ്രതീക്ഷയോടുകൂടി ഞാൻ എന്റെ ഉത്തരവാദിത്വത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ പരിപാടിയിൽ ഇതിന്റെ അധ്യക്ഷപദം ഏറ്റെടുക്കുന്നത് കേരള നദൂത്തുൽ മുജാഹിദീൻ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് ബഹുമാന്യനായ ഷംസുദ്ദീൻ പാലക്കോടാണ്. അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് ആദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാമെന്നേറ്റ ബഹുമാന്യനായ KNM സംസ്ഥാന ജനറൽ സെക്രട്ടറി, അദ്ദേഹം സൗദിയിൽ വിദേശ പര്യടനത്തിലാണ്. നേരത്തെ തന്നെ ഏൽക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞിരുന്നു, നാട്ടിലുണ്ടായിരുന്നാൽ തീർച്ചയായും നിങ്ങളുടെ പരിപാടിക്ക് ഞാൻ വരും. പക്ഷേ അദ്ദേഹത്തിന്റെ സംഘടനാപരമായ പര്യടനം അവസാനിപ്പിച്ചുകൊണ്ട് കേരളത്തിലേക്ക് മടങ്ങുന്നത് ഈ മാസം 22-ാം തീയതിയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ അഭാവത്തിൽ കേരള ജംഇയ്യത്തുൽ ഉലമ സംസ്ഥാന ഉപാധ്യക്ഷന്മാരിൽ ഒരാളായിട്ടുള്ള ബഹുമാന്യനായ MI മുഹമ്മദ് അലി സുല്ലമി, അദ്ദേഹത്തെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ടതില്ല. നമ്മുടെ തൊട്ടടുത്ത പ്രദേശത്ത് പ്രവർത്തിച്ചു വരുന്ന പാറാൽ DIA കോളേജിന്റെ പ്രിൻസിപ്പൽ കൂടിയാണ് അദ്ദേഹമാണ് CPയുടെ അഭാവത്തിൽ ഈ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് നമ്മളോട് സംസാരിക്കുന്നത്. ഈ പരിപാടിയിൽ മതം, ധാർമ്മികത, നവോത്ഥാനമെന്നും അതുപോലെ തന്നെ ഇസ്ലാഹി പ്രസ്ഥാനമെന്നും ഇത് കൃത്യമായിക്കൊണ്ട് നിർവചിച്ചുകൊണ്ട് വിഷയം അവതരിപ്പിച്ചുകൊണ്ട് നമ്മളോട് സംസാരിക്കുന്നത് ബഹുമാന്യ പണ്ഡിതൻ, കേരളീയ സമൂഹത്തിന് ഇന്ന് സുപരിചിതനായി മാറിയിട്ടുള്ള അലിമദനി മൊറയൂരാണ്. അദ്ദേഹത്തെയും ഈ പരിപാടിയിലേക്ക് കൃത്യമായി സ്വാഗതം ചെയ്യുകയാണ്. തുടർന്ന് ശ്രോതാക്കളുടെ സംശയങ്ങൾ നിവാരണം ചെയ്തുകൊണ്ട് ആവശ്യാനുസരണം ഇടപെട്ടുകൊണ്ട് സംസാരിക്കുന്ന പണ്ഡിതന്മാർ, ബഹുമാന്യനായ മൊയ്തീൻ കുട്ടി സുല്ലമി, അദ്ദേഹത്തെക്കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ടതില്ല. സമകാലീന മുസ്ലിം പ്രസിദ്ധീകരണങ്ങളിലൂടെ അദ്ദേഹത്തിന്റേതായിട്ടുള്ള ദഅ്വ ഭാഗധേയം നിർവഹിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അദ്ദേഹത്തെയും ഈ പരിപാടിയിലേക്ക് കൃത്യമായി സ്വാഗതം ചെയ്യുകയാണ്. തുടർന്ന് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന മറ്റൊരു മാന്യ വ്യക്തിത്വം മുജാഹിദ് വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെയും മുജാഹിദ് യുവജന പ്രസ്ഥാനത്തിന്റെയും ഏറെക്കാലത്തെ നേതൃത്വം വഹിച്ച, അതിനെ മുന്നണിയിൽ നിന്നുകൊണ്ട് നയിച്ച ബഹുമാന്യ പണ്ഡിതൻ KP സക്കരിയ സാഹിബാണ്. അദ്ദേഹത്തെയും ഈ പരിപാടിയിലേക്ക് കൃത്യമായി സ്വാഗതം ചെയ്യുകയാണ്. കൂടാതെ ആധുനിക സംവിധാനങ്ങളിൽ കൂടി തന്റേതായിട്ടുള്ള പ്രവർത്തനങ്ങൾ നിർവഹിച്ചുകൊണ്ട് നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ ആശയാദർശങ്ങൾ പ്രചരിപ്പിക്കുന്നതിൽ സജീവ സാന്നിധ്യമായി നിലകൊള്ളുന്ന ബഹുമാന്യ സ്നേഹിതനും പണ്ഡിതനുമായിട്ടുള്ള അബൂബക്കർ മുസ്ലിയാർ നസ്സാഫ്, അദ്ദേഹമാണ് ഈ പരിപാടിയിൽ സംബന്ധിച്ചുകൊണ്ട് പങ്കെടുക്കുന്ന മറ്റൊരു ബഹുമാന്യ വ്യക്തിത്വം. അദ്ദേഹത്തെയും ഈ പരിപാടിയിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. കൂടാതെ വളർന്നുവരുന്ന യുവ പണ്ഡിതനും ഉജ്ജ്വല വാഗ്മിയുമായിട്ടുള്ള ബഹുമാന്യ സുഹൃത്ത് സാബിഖ് പുല്ലൂർ ഈ പരിപാടിയുടെ സമാപന പ്രഭാഷണം നിർവഹിച്ചുകൊണ്ട് സംസാരിക്കുന്നതിന് വേണ്ടി ഇവിടെ വന്നുചേരും. അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ അഭാവത്തിൽ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പരിപാടി ശ്രവിക്കുന്നതിന് വേണ്ടി പല ഭാഗങ്ങളിൽ നിന്നായി വന്നു ചേർന്നിട്ടുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, ബഹുമാന്യരായിട്ടുള്ള നാട്ടുകാരെ, മുഴുവൻ ആളുകളെയും കൃത്യമായിക്കൊണ്ട് മുജാഹിദ് യുവജന പ്രസ്ഥാനമാകുന്ന ISMന് വേണ്ടി
ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് പരിപാടിയുടെ നിയന്ത്രണം ഏറ്റെടുക്കുന്നതിന് വേണ്ടി KNM കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് ബഹുമാന്യനായ ഷംസുദ്ദീൻ പാലക്കോടിനോട് ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. വേദിയിലുള്ള ബഹുമാന്യരായ പണ്ഡിതരെ, സഹപ്രവർത്തകരെ, സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, ഏതാണ്ട് 9 മണിവരെ നീണ്ടു നിൽക്കുന്ന ഒരു ഓപ്പൺ ഫോറം പരിപാടിയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇൻഷാ അല്ലാഹ് മതം, ധാർമ്മികത, നവോത്ഥാനം എന്ന ക്യാമ്പയിൻ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ബാനറിൽ ഇപ്പോൾ നടന്നുവരികയാണ്. മതത്തെ സംബന്ധിച്ചും ധാർമ്മികതയെ സംബന്ധിച്ചും നവോത്ഥാനത്തെ സംബന്ധിച്ചും തെറ്റായ വ്യതിയാനങ്ങൾ ആധുനിക സമൂഹത്തിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ ഈ വിഷയം തെരഞ്ഞെടുത്തുകൊണ്ട് 3-4 മാസം നീണ്ടുനിൽക്കുന്ന ക്യാമ്പയിൻ പ്രവർത്തനങ്ങൾക്ക് മുജാഹിദ് സംഘടന ISMന്റെ ബാനറിൽ മുന്നോട്ട് വന്നിരിക്കുകയാണ്. ആ ഒരു ഹെഡിങ് തന്നെയാണ് ഇന്നിവിടെ നടക്കുന്ന ഓപ്പൺ ഫോറം പരിപാടിക്കും കൊടുത്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഇവിടെയുള്ള ചോദ്യോത്തര സെഷൻ പരിപാടിയിൽ മുജാഹിദ് പ്രസ്ഥാനത്തിൽ സമീപകാലത്ത് ചിലർ കടത്തിക്കൂട്ടാൻ ശ്രമിച്ചിട്ടുള്ള അന്ധവിശ്വാസങ്ങൾ, അനാചാരങ്ങൾ, ശിർക്കിലേക്കുള്ള തിരിച്ചുപോക്കിയെന്ന അവരുടെ തന്നെ നേതാക്കന്മാർ വിലപിക്കേണ്ടി വന്നിട്ടുള്ള പുതിയ പ്രവണതകൾ, അതൊക്കെ തന്നെ ഇവിടെ ഇൻഷാ അല്ലാഹ് വിലയിരുത്തുന്നതാണ്. അതേപോലെ തന്നെ മറ്റ് സംഘടനകളിൽ നിന്ന്, മതരാഷ്ട്ര പ്രസ്ഥാനത്തിൽ നിന്ന്, അതേപോലെ തന്നെ യാഥാസ്ഥിക വിഭാഗത്തിൽ നിന്ന് ഈ പ്രസ്ഥാനം ഏതെല്ലാം മേഖലയിൽ വ്യതിരിക്തമായി നിൽക്കുന്നു, മുജാഹിദ് പ്രസ്ഥാനം എന്തുകൊണ്ട് എന്നതിന്റെ കൃത്യമായ ഉത്തരമായിരിക്കും ഇൻഷാ അല്ലാഹ് ഇവിടെ നടക്കുന്ന ഉദ്ഘാടന പ്രസംഗം മുതൽ വിഷയാവതരണത്തിലൂടെ അതിനുശേഷം നടക്കുന്ന ചോദ്യോത്തര സെഷനുകളിലൊക്കെ ഇവിടെ ആ വിധത്തിലുള്ള ഒരു ക്രമീകരണമാണ് ഇതിന്റെ സംഘാടകർ ചെയ്തിട്ടുള്ളത്. ഞാൻ ഒരു അധ്യക്ഷ പ്രസംഗം ഈ സന്ദർഭത്തിൽ നിർവഹിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. 4:45 കൃത്യം തുടങ്ങണമെന്നായിരുന്നു ഞാൻ പ്ലാൻ ചെയ്തത്. അതൊരു 10 മിനിറ്റ് വൈകിട്ടാണ് നമ്മൾക്ക് ആരംഭിക്കാൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെ അധ്യക്ഷ പ്രസംഗം 15 മിനിറ്റ് ദൈർഘ്യമുള്ള അധ്യക്ഷ പ്രസംഗം, ഏതാണ്ട് 15 മിനിറ്റ് ദൈർഘ്യമുള്ള ഉദ്ഘാടന പ്രസംഗം, 5-10 മിനിറ്റ് നീണ്ടുനിൽക്കുന്ന സ്വാഗത പ്രസംഗം, 1 മണിക്കൂർ 1.25 മണിക്കൂർ നീണ്ടുനിൽക്കുന്ന മഗ്‌രിബ് വരെ ഉള്ള വിഷയാവതരണ പ്രസംഗം. ഈ വിധത്തിലാണ് മഗ്‌രിബിന് മുമ്പുള്ള പരിപാടിയെ നാം ക്രമീകരിച്ചിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് അധ്യക്ഷ പ്രസംഗത്തിന് അനുവദിച്ചിട്ടുള്ള ആ 15 മിനിറ്റ് 10 മിനിറ്റ് നഷ്ടപ്പെട്ട സ്ഥിതിക്ക് തൽക്കാലം എന്റെ അവസരം ഇപ്പോൾ ഉപയോഗപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നില്ല. മഗ്‌രിബിന് ശേഷം ചോദ്യോത്തര സെഷൻ തുടങ്ങുന്ന സന്ദർഭത്തിൽ വേദിയിലുള്ളവരും സദസ്സിലുള്ളവരും ഒക്കെ അവരുടെയൊക്കെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ടതായ ചില കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് പറയേണ്ടതുണ്ട്. ആ സന്ദർഭത്തിൽ ചില കാര്യങ്ങൾ സംസാരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുവാൻ വേണ്ടി കേരള ജമിയത്തുൽ ഉലമയുടെ സംസ്ഥാന സാരഥികളിൽ ഒരാളും KNM സംസ്ഥാന നിർവാഹക സമിതി അംഗവും നമ്മുടെ പാറാൽ DIA കോളേജിന്റെ പ്രിൻസിപ്പാളുമൊക്കെയായ ബഹുമാന്യനായ MA മുഹമ്മദ് അലി സുല്ലമിയെ നിങ്ങൾക്ക് ഏവർക്കും വേണ്ടി ഉദ്ഘാടനത്തിനു വേണ്ടി ക്ഷണിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്
وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين. പ്രിയമുള്ള അധ്യക്ഷ സുഹൃത്ത്, വേദിയിലുള്ള വിശിഷ്ടാതിഥികളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, ISMന്റെ ആഭിമുഖ്യത്തിൽ മതം, ധാർമ്മികത, നവോത്ഥാനം എന്ന വിഷയത്തിൽ നടത്തപ്പെടുന്ന ഓപ്പൺ ഫോറത്തിന്റെ ഉദ്ഘാടനം ബഹുമാന്യനായ CP ഉമർ സുല്ലമിക്ക് പകരമായി നിർവഹിക്കാനാണ് എന്നോട് ഇവിടെ ആവശ്യപ്പെട്ടിരിക്കുന്നത്. മതം എന്നതിനെക്കുറിച്ച് നമ്മൾ വളരെ ദീർഘിച്ച് സംസാരിക്കേണ്ട ഒരു വിഷയമാണ് എന്ന് എനിക്ക് ഈ സന്ദർഭത്തിൽ തോന്നുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഇവിടെ ഒരു ജീവിതം നൽകി. നമ്മൾ ഒരു ദിവസം ഇവിടെ ജനിച്ചു, നമ്മളുടെ ഒന്നും തന്നെ തീരുമാനമില്ലാതെ. നമ്മളിൽ ചിലർ ആണുങ്ങളായി, ചിലർ പെണ്ണുങ്ങളായി. അതും നമ്മുടെ തീരുമാനമനുസരിച്ചുകൊണ്ടല്ല. ഇനി അതുപോലെ തന്നെ ഒരു നിശ്ചിതമായ ദിവസം വരുമ്പോൾ, അല്ലെങ്കിൽ സമയം വരുമ്പോൾ നമ്മൾ ഇവിടെ നിന്ന് പിരിഞ്ഞു പോകും. അതിനും നമ്മുടെ യാതൊരു പെർമിഷന്റെയും ആവശ്യമില്ല. അനിവാര്യമായിക്കൊണ്ട് പിരിഞ്ഞു പോയേ പറ്റൂ. അങ്ങനെ ഈ ജനനത്തിന്റെയും മരണത്തിന്റെയും ഇടയിലുള്ള ജീവിതം, ഈ ജീവിതത്തെ മനുഷ്യർ വ്യത്യസ്തമായ സ്വഭാവങ്ങളിൽ ഉപയോഗപ്പെടുത്തുന്നു. ചില ആളുകൾ ഒരുപാട് അധർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ജീവിക്കുന്നു, ചിലര് നന്മ പ്രവർത്തിച്ചുകൊണ്ട് ജീവിക്കുന്നു. ഇങ്ങനെ മനുഷ്യൻ പല രൂപത്തിൽ ഈ ജീവിതത്തെ വിനിയോഗിക്കുന്നുണ്ട്. ഈ ജീവിതത്തെക്കുറിച്ച് ഒന്നുകൂടി നമ്മൾ ചിന്തിക്കുമ്പോൾ, ഈ ജീവിതം നമുക്ക് നൽകിയത് അല്ലാഹുവാകുന്നു. ഇവിടെ നമ്മളിപ്പോൾ ശ്വസിച്ചുകൊണ്ടിരിക്കുന്നു. ഈ വായു അല്പം കുറഞ്ഞുപോയാൽ, നമ്മൾ ഉമ്മൻചാണ്ടിക്കെതിരായിക്കൊണ്ട് ഒരു പ്രകടനം നടത്തിയിട്ട് വായു തിരിച്ചു കിട്ടില്ല. അതല്ലെങ്കിൽ മൻമോഹൻ സിംഗിനെതിരായിക്കൊണ്ട് ഒരു ധർണ നടത്തിയാൽ ഈ വായുവിനുള്ള ഓക്സിജൻ തിരിച്ചു കൊണ്ടുവരാൻ അദ്ദേഹത്തിന് സാധ്യമല്ല. അതുപോലെ തന്നെ നമ്മുടെ ഭക്ഷ്യപദാർത്ഥങ്ങൾ, നമ്മുടെ വെള്ളം, ഇതെല്ലാം തന്നെ ദൈവം അല്ലാഹു നമുക്ക് കനിഞ്ഞു നൽകിയ അനുഗ്രഹമാകുന്നു. ആകാശത്തുനിന്ന് മഴ പെയ്യാതിരുന്നാൽ, ഭൂമിയിലെ ഉറവുകൾ വറ്റിപ്പോയാൽ ആരെയും ആക്ഷേപിച്ചിട്ട് പ്രയോജനമില്ല. അത് സ്വയം ഉണ്ടാക്കിയെടുക്കാൻ മനുഷ്യന് സാധ്യവുമല്ല. പരിശുദ്ധ ഖുർആൻ ആ കാര്യത്തിലേക്ക് സൂചന നൽകുന്നു, വ്യക്തമായി പറയുന്നു. നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ആ വെള്ളം ഇന്നസ്ബഹമാഉക്കും ഗൗറൻ ഫമൻ യഅതീകും ബിമാഇൻ മഈൻ, ആ വെള്ളമെങ്ങാനും പറ്റ വറ്റിപ്പോയാൽ, അത് ഉറവില്ലാതെയായിപ്പോയാൽ ആരാണ് നിങ്ങൾക്ക് കുടിക്കാൻ കഴിയുന്ന ഒരു ശുദ്ധജല സ്രോതസ് കൊണ്ടുവരുന്നവൻ എന്ന് അല്ലാഹു ചോദിക്കുന്നു. ഇങ്ങനെ ഈ സൂര്യൻ പ്രകാശിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സൂര്യന്റെ പ്രകാശത്തിന്റെ ഫലമായിക്കൊണ്ടാണ് ഇവിടെയുള്ള മനുഷ്യരുടെയും ജന്തുക്കളുടെയും സസ്യങ്ങളുടെയും എല്ലാം തന്നെ നിലനിൽപ്പ് അതിനെ ആശ്രയിച്ചുകൊണ്ടിരിക്കുന്നു. ആ സൂര്യന്റെ പ്രകാശം നശിച്ചുപോയാൽ, അവിടെ നിന്ന് ഊർജം ലഭിക്കാതിരുന്നാൽ, അത് കൊണ്ടുവരാൻ കഴിയുന്ന ഒരു സ്രോതസ്സും ഈ ഭൂമിയിലില്ല. ഇതെല്ലാം തന്നെ ആരാണ് നൽകുന്നത് എന്ന് ചോദിച്ചാൽ എല്ലാവരും പറയും, മുസ്ലിങ്ങൾ പറയും അത് അല്ലാഹുവാണ് എന്ന്, ക്രിസ്ത്യാനികൾ പറയും അത് സാക്ഷാൽ ദൈവമായ യഹോവയാകുന്നു എന്ന്, ഹൈന്ദവരോട് ചോദിച്ചാൽ അതും പറയും പടച്ചതമ്പുരാനാകുന്നു, അതല്ലെങ്കിൽ പരമേശ്വരനാണ് ഇതെല്ലാം നൽകുന്നത് എന്ന് എല്ലാവരും പറയുന്നു. അതേ, നമ്മുടെ ഈ ജീവിതം ആ ദൈവം നൽകിയതാകുന്നു. നമ്മുടെ ജീവിതത്തിലെ സൗകര്യങ്ങൾ ആ പടച്ചവൻ നൽകിയതാകുന്നു. അതിനാൽ തന്നെ ഈ ജീവിതത്തിന്റെ സാക്ഷാൽ ലക്ഷ്യം എന്താകുന്നു? ഈ ജീവിതം എങ്ങനെയാണ് സമാധാനമുള്ളതാക്കുക? ഈ ജീവിതത്തിലെ വിജയത്തിന്റെ മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ്? ഇത് പഠിപ്പിച്ചു തരേണ്ടതും ആ ദൈവമാകുന്നു. ആ ദൈവത്തിന്റെ അടുക്കൽ നിന്ന്
അനേകായിരം ആചാര്യന്മാരിലൂടെ അല്ലെങ്കിൽ പ്രവാചകന്മാരിലൂടെ നബിമാരിലൂടെ ലഭ്യമായതാണ് മതങ്ങൾ എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ദൈവം നൽകിയത് ഒരൊറ്റ മതമാകുന്നു. അള്ളാഹു മനുഷ്യന് നൽകിയത് ഒരൊറ്റ മതമാകുന്നു. വിവിധ പ്രവാചകന്മാരിലൂടെ ദൈവദൂതന്മാരിലൂടെ ഈ മതത്തിന്റെ തത്വങ്ങൾ വേദഗ്രന്ഥങ്ങളിലൂടെ നമുക്ക് എത്തിച്ചു തന്നു. പക്ഷേ കാലം കുറെ കഴിഞ്ഞുപോയപ്പോൾ സുമ്മ കസത്തു കുലൂബക്കും, പിന്നീട് നിങ്ങളുടെ ഹൃദയങ്ങൾ കടുത്തുപോയി. അങ്ങനെ കടുത്തുപോയപ്പോൾ മനുഷ്യൻ ദൈവത്തിന്റെ നിയമങ്ങളിൽ നിന്ന് അകന്നുപോയി. അങ്ങനെ അകന്നു പോകുമ്പോഴെല്ലാം തന്നെ ആ മനുഷ്യരെ രണ്ടാമതും നന്മയിലേക്ക് നയിക്കാൻ വേണ്ടി പുതിയ പുതിയ ദൈവദൂതന്മാർ ഓരോ യുഗത്തിലും സംഭവാമി യുഗേ യുഗേ എന്ന് പറഞ്ഞതുപോലെ സംഭവിച്ചുകൊണ്ടിരുന്നു, ഉണ്ടായിക്കൊണ്ടിരുന്നു. അങ്ങനെ ആ പ്രവാചകന്മാരുടെ എല്ലാം തന്നെ പ്രവാചക ശൃംഖലയുടെ അവസാനത്തെ കണ്ണിയായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, അദ്ദേഹം ചരിത്രത്തിന്റെ പ്രകാശമുള്ള കാലഘട്ടത്തിൽ, ചരിത്രം മുഴുവനും അംഗീകരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ മനുഷ്യന് ദൈവത്തിന്റെ ധാർമ്മിക സന്ദേശം, ദൈവത്തിന്റെ നിയമസംഹിത, ദൈവത്തിന്റെ മതം അത് സമ്പൂർണമായി നൽകുകയുണ്ടായി. അതെ, ഈ മതത്തിലേക്ക് തന്നെയാണ് മുമ്പുള്ള എല്ലാ പ്രവാചകന്മാരും എല്ലാ ആചാര്യന്മാരും ക്ഷണിച്ചത്. അവര് ക്ഷണിച്ച ആ സന്ദേശത്തിന്റെ സമ്പൂർണമായ രൂപം അതാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് നൽകിയത്. അപ്പോൾ ഈ മതങ്ങൾ അഥവാ ഈ മതങ്ങൾ എന്ന് നമ്മൾ പറയുന്നത് വാസ്തവത്തിൽ ഒരൊറ്റ മതം തന്നെയാണ്. പക്ഷേ ആ മതത്തിന്റെ യഥാർത്ഥ വഴികളിൽ നിന്ന് പല കാലഘട്ടത്തിലെയും പുരോഹിതന്മാരുടെയും രാജാക്കന്മാരുടെയും സ്വാർത്ഥഭരിതരായ ആളുകളുടെയും പ്രവർത്തനഫലമായി ജനങ്ങൾ തെറ്റിപ്പോയി. ആ തെറ്റിപ്പോയ ആളുകളെല്ലാം ശരിയായ വഴിയിലേക്ക് കൊണ്ടുവരിക, അതാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ച ദൗത്യം. ആ ദൗത്യത്തിലേക്കാണ് നമ്മൾ ഇപ്പോഴും ജനങ്ങളെ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് മതമെന്ന് പറയുന്നത്. ഈ മതത്തെക്കുറിച്ച്, ഇസ്ലാമിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഇതൊന്നാമതായി മനുഷ്യനെ ക്ഷണിക്കുന്നത് ആരാണോ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത്, ആരാണോ സൂര്യനെ പടച്ചത്, ആരാണോ നക്ഷത്രങ്ങളെ പ്രകാശിപ്പിക്കുന്നത്, ആരാണോ ചന്ദ്രനെ ഉണ്ടാക്കിയത്, ആരാണോ സസ്യലതാദികളെ മുളപ്പിക്കുന്നത്, ആ രക്ഷിതാവിനെ മാത്രം ആരാധിക്കുക, അവനോട് മാത്രം പ്രാർത്ഥിക്കുക, നേർച്ചകളും വഴിപാടുകളും അവന് മാത്രം അർപ്പിക്കുക. ഇതത്രേ ഇസ്ലാം മനുഷ്യനോട് ഒന്നാമത് ആവശ്യപ്പെടുന്ന കാര്യം. അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വചനം പഠിപ്പിക്കുന്നത്. ആരാധനക്കർഹൻ പശുവല്ല. കാരണം പശു ആകാശത്ത് സൃഷ്ടിച്ചിട്ടില്ല, ചന്ദ്രനെ ഉണ്ടാക്കിയിട്ടില്ല. സർപ്പമല്ല ആരാധിക്കേണ്ടത്, കാരണം അത് ഈ പ്രപഞ്ചത്തിന്റെ നിയന്ത്രണത്തിൽ പങ്കില്ല. സർപ്പത്തിനോടും പശുവിനോടും അതിന്റെ ആയുസ് അവസാനിച്ചു എന്ന് ദൈവം പ്രഖ്യാപിക്കുമ്പോൾ അത് ചത്തുപോകുന്നു, അല്ലെങ്കിൽ അത് നശിച്ചു പോകുന്നു. പിന്നീട് എങ്ങനെയാണ് അവയെ ആരാധിക്കുക? അതുപോലെ മരിച്ചുപോയ മനുഷ്യർ, അത് സിദ്ധന്മാരാകട്ടെ, ആചാര്യന്മാരാകട്ടെ, പ്രവാചകന്മാരാകട്ടെ, അതല്ലെങ്കിൽ ഔലിയാക്കൾ എന്ന് മുസ്ലിങ്ങൾ പറയുന്ന ആളുകളാകട്ടെ, ഇവരൊന്നും ആരാധനക്കും പ്രാർത്ഥനക്കും അർഹരല്ല. അർഹരായിരുന്നുവെങ്കിൽ അവർ മരിച്ചു പോകുമായിരുന്നില്ല. ലോകത്തുള്ള ആളുകളെല്ലാം തന്നെ മരിച്ചുപോയി കഴിഞ്ഞ ചില ആളുകളുടെ പ്രതിമകൾ ഉണ്ടാക്കി അവിടെ പോയി പൂജ നടത്തുന്നു, അവയോട് പ്രാർത്ഥിക്കുന്നു. അല്ലെങ്കിൽ അവരുടെ കബറുകൾ കെട്ടിപ്പൊന്തിച്ച് ആ കബറുകളുടെ അടുക്കൽ പോയിക്കൊണ്ട് അവരോട് തങ്ങളെ രക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ആളുകൾക്ക് എങ്ങാനും മറ്റുള്ളവരെ രക്ഷിക്കാൻ സാധിക്കുമായിരുന്നുവെങ്കിൽ അവരൊക്കെ പിന്നെ എങ്ങനെയാണ് മരിച്ചുപോയത്? സ്വയം രക്ഷിക്കാൻ സാധിക്കാത്തവർ മറ്റുള്ളവരെ എങ്ങനെയാണ് രക്ഷിക്കുന്നത്? ഇതാണ് ഇസ്ലാം ഒന്നാമതായി മനുഷ്യബുദ്ധിയോട് സംവദിക്കുന്ന കാര്യം. രണ്ടാമതായി ഇസ്ലാം പറയുന്നു, നമ്മളെല്ലാം തന്നെ ഒരൊറ്റ കുടുംബമാകുന്നു. ഒരേ അച്ഛനിൽ നിന്നും അമ്മയിൽ നിന്നുമാണ് ഇവിടെയുള്ള എല്ലാ മനുഷ്യരും ജനിച്ചിരിക്കുന്നത്. ബ്രാഹ്മണനും ക്ഷത്രിയനും വൈശ്യനും ശൂദ്രനും, ഇങ്ങനെ 4 ജാതികൾ, 4 വർണ്ണങ്ങൾ മനുഷ്യർക്കിടയിലില്ല. അതുപോലെ തന്നെ പല ഈഴവനും ഈഴവനല്ലാത്തവനും
ഇങ്ങനെയുള്ള പലതരം ജാതികൾ ഇന്ത്യയിൽ 5000-ലേറെ ജാതികളുണ്ട് എന്നാണ് മണ്ഡൽ കമ്മീഷണർ പറഞ്ഞത്. ഇങ്ങനെ ഒരു വ്യത്യസ്ത ജാതികളില്ല, ഒരേ ഒരു ജാതി, അത് മനുഷ്യനാകുന്നു. ഒരേ ഒരു വർണ്ണം, അത് മനുഷ്യവർണ്ണമാകുന്നു. മനുഷ്യരുടെ എല്ലാം പിതാവൊന്ന്, മാതാവൊന്ന്. യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വഉൻസാ. മനുഷ്യരെ, നിങ്ങളെ എല്ലാവരെയും ഒരാണിൽ നിന്നും പെണ്ണിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. കുല്ലുക്കും മിൻ ആദം വ ആദമു മിൻ തുറാബ്. നിങ്ങളെല്ലാവരും ആദമിൽ നിന്നുണ്ടായവരാണ്, ആദമാകട്ടെ മണ്ണിൽ നിന്നുമാണ്. ഇതാണ് ഇസ്ലാം മനുഷ്യരോട് പറയുന്ന രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം. മനുഷ്യരൊന്നാകുന്നു. ആണും പെണ്ണും എന്ന് 2 വിഭാഗങ്ങൾ അള്ളാഹു സൃഷ്ടിച്ചിട്ടുണ്ട്. ആ 2 വിഭാഗങ്ങളല്ലാതെ വേറെ മനുഷ്യർക്കിടയിൽ ഒരു ജാതിയും വർണ്ണവുമില്ല എന്ന് ഇസ്ലാം വളരെ വ്യക്തമായി കൊണ്ട് പറയുന്നു. ഇതാണ് ഇസ്ലാമിന്റെ മൗലികമായ സന്ദേശങ്ങൾ രണ്ടാമത്. അതുപോലെ തന്നെ മുഹമ്മദ് നബി നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുമ്പ് വന്ന പ്രവാചകന്മാരുടെ സന്ദേശം പൂർത്തീകരിച്ചിരിക്കുന്നു. അതിനാൽ ഇന്നത്തെ മനുഷ്യ സഞ്ചയത്തിന് ദൈവത്തിന്റെ സന്ദേശം ശരിയായ രൂപത്തിൽ മനസ്സിലാക്കണമെങ്കിൽ അതിനുള്ള ഒരൊറ്റ മാർഗം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവതീർണമായ പരിശുദ്ധ ഖുർആനും പ്രവാചകന്റെ ചര്യയും പിൻപറ്റുക. അതാണ് മനുഷ്യ വിജയത്തിനുള്ള മാർഗമെന്ന് ഇസ്ലാം പറയുന്നു. അതുപോലെ ഇസ്ലാം ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധം എപ്പോഴും ഉണ്ടാകണമെന്ന് പറയുന്നു. ഏതെങ്കിലും ഒരു നിമിഷം പോരാ. അതിനുവേണ്ടിയാണ് 5 സമയത്തെ വ്യക്തമായ നമസ്കാരം ഇസ്ലാം ഏർപ്പെടുത്തിയത്. അതുപോലെ തന്നെ വർഗ സംഘടനകൾ ഇസ്ലാമിൽ ഉണ്ടായിക്കൂടാ. പണക്കാരനും പണക്കാരനുമല്ലാത്തവൻ തമ്മിലുള്ള സംഘട്ടനമാണ് ലോക ചരിത്രത്തിന്റെ കാതൽ എന്ന് ഒരു മഹാനായ ചിന്തകൻ ലോകത്തെ പഠിപ്പിക്കുകയുണ്ടായി. ഇസ്ലാം അങ്ങനത്തെ സംഘട്ടനമല്ല, സമാധാനമാണ് ഉണ്ടാകേണ്ടത് എന്ന് ഇസ്ലാം പറയുന്നു. അതിനാൽ തന്നെ ഒരു പണക്കാരന് സമ്പത്തുണ്ടാക്കാൻ ഇസ്ലാം ചില നിയമങ്ങൾ വെച്ചു. മറ്റുള്ളവരെ ചൂഷണം ചെയ്തുകൊണ്ട് ഒരു പൈസ പോലും സമ്പാദിച്ചുകൂടാ. എന്നാൽ സ്വതന്ത്രമായി സമ്പാദിക്കാനുള്ള അവകാശം അവനുണ്ട്. പക്ഷേ ആ സമ്പാദ്യത്തിൽ നിന്ന് 10-1 ഭാഗമോ അല്ലെങ്കിൽ 2.5% നിർബന്ധമായും ഒരു പണക്കാരൻ പാവപ്പെട്ടവർക്ക് ദാനമായി നൽകണം. നിങ്ങൾ ആലോചിച്ചു നോക്കൂ. നമ്മൾ വലിയ നഗരങ്ങളിൽ പോയി നോക്കിയാൽ, ഇപ്പൊ മുംബൈ പോലെയുള്ള നഗരത്തിൽ പോയി നോക്കിയാൽ, അവിടെയുള്ള വലിയ 5 നക്ഷത്ര ഹോട്ടലുകളുള്ള ഏരിയ ഉണ്ടെങ്കിൽ വേറെ ഒരു സ്ഥലത്ത് ധാരാവി പോലെയുള്ള ഏഴകൾ കഴിയുന്ന പ്രദേശങ്ങളെ കാണാം. ഒരു ചെറിയ പ്ലാസ്റ്റിക്കിന്റെ ഷീറ്റിന്റെ ഉള്ളിൽ ഒരു കുടുംബം മുഴുവനും ഒരു തിണ്ണയിൽ പുതച്ചു കിടക്കുന്നു. ആ പുതപ്പ് മടക്കി വെച്ചാൽ അവരുടെ പകലുമായി, അത് നീർത്തിവെച്ചാൽ അവരുടെ രാത്രിയുമായി. അതിന്റെ പുറത്ത് മഴ പെയ്യുമ്പോൾ അതിന്റെ താഴെ ഒരു കുടുംബം, ആണും പെണ്ണും കുട്ടികളും കഴിഞ്ഞുകൂടുന്ന എത്രയോ ആളുകളെ നമുക്ക് മുംബൈയിലും കൽക്കത്തയിലും അതുപോലെ ചെന്നൈയിലും ഒക്കെ നമുക്ക് കാണാം. അല്ല, നമ്മുടെ മറ്റു നഗരങ്ങളിലും കാണാവുന്നതാണ്. ഈ ഉന്നതമായ 5 നക്ഷത്ര ഹോട്ടലുകളിൽ അവിടെ കോടികൾ മനുഷ്യന്മാർക്ക് വരുമാനങ്ങളുണ്ട്. അവിടെ കൊണ്ടുപോയി തുലക്കുന്നുണ്ട്. ഇത് ഇസ്ലാം അനുവദിക്കുന്നില്ല. അതിന്റെയൊക്കെ തന്നെ ഓരോരുത്തന്റെയും സമ്പത്തിന്റെ 40-1 ഭാഗം അല്ലെങ്കിൽ 2.5% നിർബന്ധമായും ദാനമായി നൽകണമെന്ന് പറയുമ്പോൾ അതിനർത്ഥം ഒരു മനുഷ്യൻ 60 വയസ്സുവരെ ജീവിക്കുകയാണെങ്കിൽ അയാളുടെ 1 വർഷത്തെ മുഴുവൻ സമ്പാദ്യവും അയാൾ പാവങ്ങൾക്കായി ഒഴിഞ്ഞു വെക്കണമെന്നാകുന്നു. അങ്ങനെയുള്ള ഒരു വ്യവസ്ഥയാണ്, അങ്ങനെയുള്ള ഒരു സംസ്കാരമാണ് നമ്മുടെ രാജ്യത്തിൽ ഉണ്ടായിരുന്നത് എങ്കിൽ ഒരൊറ്റ ആളും ഇന്ന് കാണുന്ന പോലെ ധാരാവിയിലുള്ള അതുപോലെയുള്ള സ്ട്രീറ്റുകളിലുള്ള പാവങ്ങളായി ഏഴകളായി കഴിഞ്ഞുകൂടേണ്ട അവസ്ഥയുണ്ടാകുമായിരുന്നില്ല. അതുപോലെ ധാർമ്മികമായ എല്ലാ മൂല്യങ്ങളിലേക്കും ഇസ്ലാം പ്രബോധനം ചെയ്യുന്നു. കൊലപാതകം ഇസ്ലാം വിരോധിക്കുന്നു. അന്യായമായി ധനം സമ്പാദിക്കുന്നത് വിരോധിക്കുന്നു. വ്യഭിചാരവും ധാർമ്മികമായ അരാജകത്വങ്ങളെയും ഇസ്ലാം പൂർണ്ണമായി വിരോധിക്കുന്നു. അവിടെയെല്ലാം തൽഫലമായി ആരോഗ്യമുള്ള, ഗൊണോറിയയില്ലാത്ത, സിഫിലിസ് ഇല്ലാത്ത, എയ്ഡ്സ് ഇല്ലാത്ത ഒരു സമൂഹത്തെ ഉണ്ടാക്കണം. അതാണ് ഇസ്ലാം ആവശ്യപ്പെടുന്നത്. ഇതൊക്കെ ഞാൻ പറയുമ്പോൾ ഒരു പക്ഷേ ഇവിടുത്തെ അമുസ്ലിം സുഹൃത്തുക്കൾ അത്ഭുതപ്പെടുകയാണ്.
എന്താണ് വിഡ്ഢിയായ മനുഷ്യ നീ ഇവിടെ ഇരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? കാരണം ഈ മുസ്ലിങ്ങൾ എന്ന് പറയുന്നവരെയല്ലേ നമ്മൾ ദിവസവും ഈ രംഗത്തെല്ലാം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്നത്. സകാത്ത് കൊടുക്കാത്ത എത്ര മുസ്ലിമുണ്ട്? അദാബികൾ പ്രവർത്തിക്കുന്ന എത്ര മുസ്ലിങ്ങളുണ്ട്? എന്നിട്ട് ഞങ്ങളോട് എന്തിന് ഇതിൽ പ്രസംഗിക്കണം എന്ന് പറയുന്നു. ശരിയാണ്, സമ്മതിക്കുന്നു. വേണം ഒരു മാറ്റം. മുസ്ലിങ്ങൾ ആദ്യമായി ഇസ്ലാമിലേക്ക് വരണം. മഹാനായ ജമാലുദ്ദീൻ അഫ്ഗാനി ഒരിക്കൽ പറയുകയുണ്ടായി, പാശ്ചാത്യ ലോകത്തോട് നമ്മൾ ഇസ്ലാമിനെ കുറിച്ച് സംസാരിക്കണമെങ്കിൽ നാം അവരോട് പറയേണ്ടിയിരിക്കുന്നു, ലസ്നാ മുസ്ലിമീൻ, ഞങ്ങളെ നോക്കി ഞങ്ങൾ മുസ്ലിങ്ങളാണ് എന്ന് നിങ്ങൾ വിചാരിക്കേണ്ടതില്ല. ഞങ്ങൾ മുസ്ലിങ്ങളല്ല. ഇസ്ലാം വേണമെങ്കിൽ നിങ്ങൾക്ക് ഖുർആനിൽ നിന്ന് മനസ്സിലാക്കി നിങ്ങൾ മുസ്ലിങ്ങളായിക്കൊള്ളൂ, പ്രവാചകചര്യയിൽ നിന്ന് മനസ്സിലാക്കി നിങ്ങൾ മുസ്ലിമായിക്കൊള്ളൂ എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അപ്പോൾ ഈ അവസ്ഥയിൽ നിന്ന് മാറ്റം വന്ന് യഥാർത്ഥ ഇസ്ലാമിയ ചര്യയിലേക്ക് മുസ്ലിങ്ങൾ തിരിച്ചു പോകണം. അത് തിരിച്ചു പോകുന്നതിനാണ് നവോത്ഥാനം എന്ന് പറയുന്നത്. നമ്മൾ കാണുന്ന നവോത്ഥാനം ഇവ ദൈവത്തെ നിഷേധിക്കലല്ല, മതത്തെ തള്ളിക്കളയലല്ല, മറിച്ച് മതത്തിന്റെ യഥാർത്ഥമായ സന്ദേശത്തിലേക്ക് ജനങ്ങൾ വരണം. ആദമിന്റെ മക്കളാണ് ഈ സർവ്വ ജനസഞ്ചയം എന്ന് മനസ്സിലാക്കണം. അപ്പോൾ വർഗീയ കലാപത്തിന്റെ ആവശ്യമില്ല, തീവ്രവാദ പ്രവർത്തനങ്ങളുടെ ആവശ്യമില്ല. പരസ്പര സഹകരണത്തിന്റെ മേഖലകളിൽ ഒന്നിച്ച് കൈകോർക്കാം. ഖുർആൻ പ്രഖ്യാപിച്ചു, തആവനു അലൽ ബിർരി വത്തഖ്വാ വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ. നല്ല കാര്യങ്ങളിൽ, സൂക്ഷ്മതയുള്ള കാര്യങ്ങളിൽ, പുണ്യങ്ങളിൽ നിങ്ങൾ പരസ്പരം സഹകരിക്കൂ, നിജമായ കാര്യങ്ങളിൽ സഹകരിക്കരുത്. ഈ കാര്യം നിങ്ങളോട് പറഞ്ഞുകൊണ്ട് ഈ യോഗം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് എന്റെ വാക്കുകൾക്ക് ഞാൻ വിരാമമിടുകയാവുന്നു. ഈ സർവ്വ മനുഷ്യരും സത്യം മനസ്സിലാക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. എല്ലാവരും നവോത്ഥാനത്തിന്റെ പാതയിലേക്ക്, അതിന്റെ യഥാർത്ഥ പാതയിലേക്ക് കടന്നു വരണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമമിടുന്നു. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നിങ്ങൾക്കെല്ലാം തന്നെ ദൈവത്തെങ്കിൽ നിന്നുള്ള സമാധാനവും ശാന്തിയും ഉണ്ടായിരിക്കട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيتها النفس المطمئنة ارجعي إلى ربك راضية مرضية فادخلي في عبادي وادخلي جنتي. ബഹുമാന്യരായ പണ്ഡിതരെ, നേതാക്കളെ, സഹോദരി സഹോദരന്മാരെ, മതം, ധാർമ്മികത, നവോത്ഥാനം, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ISM സംഘടിപ്പിച്ചിട്ടുള്ള ഒരു ഓപ്പൺ ഫോറത്തിലാണ്. അപ്പൊ ഇതിന്റെ ഈ പ്രമേയവുമായി ബന്ധപ്പെട്ട് ഏതാനും ചില കാര്യങ്ങൾ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ സൂചിപ്പിക്കുക എന്നതാണ്. മതത്തെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. എമ്പാടും മതങ്ങൾ ജീവിക്കുന്ന, നിലനിൽക്കുന്ന ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്നാൽ പടച്ച തമ്പുരാൻ മനുഷ്യന്റെ മുമ്പിൽ സമർപ്പിച്ചിട്ടുള്ള മതം സമർപ്പണത്തിൻ്റെതാണ്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയോട് പടച്ച തമ്പുരാൻ കൽപ്പിക്കുകയുണ്ടായി, അസ്ലിം, ഇബ്രാഹിമെ നീ മുസ്ലിം ആവണം, നീ ഇസ്ലാമിലേക്ക് കടന്നു വരണം. അദ്ദേഹം പ്രഖ്യാപിച്ചു, അസ്ലംതു ലി റബ്ബിൽ ആലമീൻ, ലോകരക്ഷിതാവായ അള്ളാഹുവിന് പൂർണ്ണമായി ഞാനിതാ കീഴ്പ്പെട്ടിരിക്കുന്നു, ഞാൻ എന്റെ ജീവിതത്തെ സമർപ്പിച്ചിരിക്കുന്നു. ഈ രീതിയിൽ ലോകത്തെ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന ലോകരക്ഷിതാവായ പടച്ച തമ്പുരാന് സ്വന്തം ജീവിതത്തെ സമർപ്പിക്കുക എന്നതാണ് മതം കൊണ്ട് ഇസ്ലാം ലക്ഷ്യമാക്കിയിട്ടുള്ളത്. പേരിലോ അതല്ലെങ്കിൽ പ്രത്യേകം സംഘടനകളിലോ പ്രത്യേകം തറവാട്ടിലോ പ്രത്യേകം നാട്ടിലോ പിറന്നതുകൊണ്ട് അവരാരും മുസ്ലിമാവുകയില്ല. സഹിറയെ നമുക്ക് വേണമെങ്കിൽ മലയാളത്തിൽ പുഷ്പ എന്ന് വിളിക്കാം, സക്കീനക്ക് നമുക്ക് വേണമെങ്കിൽ മലയാളത്തിൽ ശാന്ത എന്ന് വിളിക്കാം, അബ്ദുള്ളയെ ദേവദാസൻ എന്ന് വിളിക്കാവുന്നതാണ്. അങ്ങനെ മേഴ്സി റഹ്മത്താണ്. ഭാഷകൾ തമ്മിൽ മാറി, അത്രയേ ഉള്ളൂ. പക്ഷേ പൂർണ്ണമായി മതത്തിന്റെ ആ
ആശയങ്ങളിലേക്ക്, ആദർശങ്ങളിലേക്ക് ഇവർ കടന്നുവരണമെങ്കിൽ യഥാർത്ഥത്തിൽ പ്രപഞ്ചനാഥന് തന്റെ ജീവിതത്തെ സമർപ്പിക്കേണ്ടതുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ കൽപ്പിക്കുന്നു. യാ അയ്യുഹന്നാസ് ഉഅ്ബുദൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. അല്ലയോ ജനങ്ങളെ എന്ന മനുഷ്യ സമൂഹത്തെ ജാതിയുടെയോ മതത്തിന്റെയോ വർഗത്തിന്റെയോ ദേശത്തിന്റെയോ ഭാഷയുടെയോ മതിൽക്കെട്ടുകളില്ലാതെ മനുഷ്യരെ മുഴുവൻ ഒന്നായി കണ്ട് മനുഷ്യ സമൂഹത്തെ വിളിച്ച് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച നാഥൻ ആഹ്വാനം ചെയ്തത് ഉഅ്ബുദൂ റബ്ബക്കും, നിങ്ങൾ നിങ്ങളെ സൃഷ്ടിച്ച ഏകനായ നാഥന്, റബ്ബിന്, സൃഷ്ടാവിന് കീഴ്പ്പെട്ട് അവനെ മാത്രം ആരാധിച്ച് പ്രാർത്ഥനയുടെയും നേർച്ചയുടെയും വഴിപാടുകളുടെയും എല്ലാ ഭാഗങ്ങളും അവനിലേക്കു മാത്രം സമർപ്പിച്ച് അവനു മാത്രം കീഴ്പ്പെട്ടു ജീവിക്കണമെന്നാണ്. എന്തേ കാരണം പറഞ്ഞത്? അവൻ നിങ്ങളെയും നിങ്ങളുടെ മുൻഗാമികളെയും സൃഷ്ടിച്ചവനാണ് എന്ന്. അല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും. പോരാ, അവനാണ് ഈ ആകാശങ്ങളെയും ഭൂമിയെയും സംവിധാനിച്ചു തന്നവൻ. ആകാശത്തുനിന്ന് നിങ്ങൾക്ക് മഴ വർഷിപ്പിച്ചു തരുന്നവൻ അവനാണ്. കായ്ക്കനികൾ അവൻ ഉൽപ്പാദിപ്പിച്ചു തന്നിരിക്കുന്നു എന്ന്. നമ്മെയും നമ്മളുടെ മുൻഗാമികളെയും സൃഷ്ടിച്ച നാഥൻ. ആലോചിക്കേണ്ടതുണ്ട്. ഒരു വേള നമ്മളുടെ സൃഷ്ടിപ്പിലേക്ക് ഒന്ന് മടങ്ങിച്ചെന്നാൽ ആരായിരുന്നു നമ്മൾ എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തേണ്ട ബാധ്യതയുണ്ട് നമുക്ക്. ഖുർആനിൽ ആ രീതിയിൽ പ്രപഞ്ചനാഥൻ ഒരു ചോദ്യം ഉന്നയിച്ചിട്ടുണ്ട്. മനുഷ്യൻ എന്ന അധ്യായത്തിൽ, അതല്ലെങ്കിൽ കാലമെന്ന് പേരുള്ള അധ്യായത്തിൽ ആദ്യത്തെ വചനം മനുഷ്യനോടാണ്. ഹൽ അതാ അലൽ ഇൻസാനി ഹീനും മിനദ് ദഹർ ലം യകുൻ ശൈഅൻ മദ്കൂറ. മനുഷ്യ, നിന്റെ ജീവിതത്തിൽ ഓർമ്മിക്കാൻ പറ്റാത്ത, പ്രസ്താവ്യ യോഗ്യമല്ലാത്ത ഒരു കാലഘട്ടം കഴിഞ്ഞുപോയിട്ടുണ്ടോ എന്ന. ഈ ശബ്ദം കേൾക്കുന്ന, മനനം ചെയ്യാൻ കഴിവുള്ള, ചിന്താശേഷിയുള്ള, ബുദ്ധിയുള്ള എല്ലാ മനുഷ്യരോടുമാണ് പരിശുദ്ധ ഖുർആൻ ഈ ചോദ്യം ഉന്നയിച്ചിട്ടുള്ളത്. നിന്റെ ജീവിതത്തിൽ ഒരു കാലഘട്ടം കഴിഞ്ഞുപോയിട്ടില്ലേ? നിനക്ക് ഓർമ്മിക്കാൻ പറ്റാത്ത, പ്രസ്താവ്യ യോഗ്യമല്ലാത്തൊരു കാലഘട്ടം. ആലോചിച്ചാൽ നമുക്കൊക്കെ അറിയാം, നമ്മളുടെ ജീവിതത്തിലൊക്കെ ഇത്തരത്തിലൊരു കാലഘട്ടം കഴിഞ്ഞു പോയിട്ടുണ്ട്. നമ്മളുടെ മാതാവ് നമ്മെ പ്രസവിക്കുന്നതിന്റെ മുമ്പ് എവിടെയായിരുന്നു നമ്മൾ എന്ന ചോദ്യത്തിന് മാതാവിന്റെ ഗർഭാശയത്തിലായിരുന്നു എന്ന് മറുപടി പറയാം. ശരി, ആ ഗർഭാശയത്തിൽ എത്തുന്നതിന്റെ മുമ്പ് എവിടെയായിരുന്നു? എന്തായിരുന്നു നമ്മൾ? വലഖദ് ഖലഖ്നൽ ഇൻസാൻ മിൻ സുലാലത്തിൻ മിൻ തീൻ. മണ്ണിന്റെ സത്തയിൽ നിന്നാണ് മനുഷ്യനെ നാം സൃഷ്ടിച്ചിട്ടുള്ളത്. നോക്കൂ, കേവലം കുറച്ച് ഇരുമ്പ്, അതുപോലെ തന്നെ മഗ്നീഷ്യം, സോഡിയം, കാൽസ്യം, സൾഫർ, ഫോസ്ഫറസ്, ഇങ്ങനെ ഒരു 250 രൂപക്ക് ഇന്ന് കെമിക്കൽ വിൽക്കപ്പെടുന്ന കടയിൽ കയറി ചെന്നാൽ വാങ്ങാൻ ലഭിക്കുന്ന കേവലം കുറെ ധാതു ലവണങ്ങളായിരുന്നു മനുഷ്യൻ. ശരി, ആരാണ് ഇന്ന് ലോകത്തെ കീഴ്പ്പെടുത്താൻ, തന്റെ കൈക്കുമ്പിളിൽ ലോകത്തെ കീഴ്പ്പെടുത്താൻ കഴിവുറ്റവനായി ഇവനെ ഈ ധാതുലവണങ്ങളിൽ നിന്ന് സൃഷ്ടിച്ചെടുത്തത്? പിന്നീട് അവനെ നാം ബീജമാക്കി, ബീജത്തെ ഭ്രൂണമാക്കി, ഭ്രൂണത്തെ മാംസമാക്കി, മാംസത്തെ എല്ലാക്കി, എല്ലിനെ മാംസം കൊണ്ട് പൊതിഞ്ഞു. എന്നിട്ടോ അൻശഇനാഹു ഖൽഖൻ ആഖർ, മറ്റൊരു സൃഷ്ടിയായി നാം അവനെ വളർത്തിയെടുത്തു. ഫതബാറക്കല്ലാഹ് അഹ്സനുൽ ഖാലിഖീൻ. ഇങ്ങനെയുള്ള ആ ഏകനായ സൃഷ്ടാവ് എത്ര നല്ല സൃഷ്ടാവ്! ഏകനായ അല്ലാഹു എന്നല്ല പരിചയപ്പെടുത്തിയത്, ഏകനായ സൃഷ്ടാവ്. ആ സൃഷ്ടാവ് എത്ര നല്ല സൃഷ്ടാവ്! ആലോചിക്കണം സുഹൃത്തുക്കളെ, നമ്മൾ ഇങ്ങനെ ഒന്നുമല്ലാത്ത അവസ്ഥയിൽ നിന്ന് നമ്മെ സൃഷ്ടിച്ചെടുത്ത പ്രപഞ്ചനാഥനായ ആ ഏകനായ പടച്ച തമ്പുരാന് മാത്രമേ കീഴ്പ്പെടാൻ പാടുള്ളൂ എന്നതാണ് മതത്തിന്റെ അടിസ്ഥാനം. അതാണ് ഏറ്റവും വലിയ ധാർമ്മികത. ഇസ്ലാഹി പ്രസ്ഥാനം ഈ മതത്തിന്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് ഈ ധാർമ്മികതയിലേക്കാണ് സമൂഹത്തെ കാലാകാലങ്ങളിൽ ക്ഷണിച്ചിട്ടുള്ളത്. ഏകദേശം ഒരു 100 കാലമായി മുജാഹിദ് പ്രസ്ഥാനം, ഇസ്ലാഹി പ്രസ്ഥാനം ഇവിടെ പ്രവർത്തിച്ചു വരികയാണ്. പടച്ചവനെ പരിചയപ്പെടുത്തുന്നു. ആ പടച്ചവന്റെ കൽപ്പനക്ക് കീഴ്പ്പെട്ടു നിങ്ങൾ ജീവിക്കണം. അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ആരാധനയുടെ മുഴുവൻ ഭാഗങ്ങളും ആ പടച്ചവനിലേക്ക് മാത്രമേ സമർപ്പിക്കാൻ പാടുള്ളൂ എന്ന്. വഖാല റബ്ബുക്കും ഉദൂനി അസ്തജിബ് ലക്കും ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദത്തി സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ. സൂറത്തു ഗാഫിറിലെ 60-ാമത്തെ വചനത്തിൽ അല്ലാഹ് കൽപ്പിക്കുകയാണ്, വഖാല റബ്ബുക്കും, മനുഷ്യരെ നിങ്ങളുടെ സൃഷ്ടാവ് നിങ്ങളോട് കൽപ്പിക്കുന്നു,
നിങ്ങളുടെ അള്ളാഹു കൽപ്പിക്കുന്നു എന്നല്ല പറഞ്ഞത്, നിങ്ങളുടെ സ്രഷ്ടാവ് നിങ്ങളോട് കൽപ്പിക്കുന്നു. വഖാല റബ്ബുക്കും, ഒന്നുമല്ലാത്ത അവസ്ഥയിൽ നിന്ന് നിങ്ങളെ സൃഷ്ടിച്ച് നിങ്ങൾക്ക് ബുദ്ധിയും കഴിവും ചിന്താശേഷിയും കണ്ണും കാതും കരളും അതുപോലെ നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം സംവിധാനിച്ചു തന്നിട്ടുള്ള ഈ പടച്ച തമ്പുരാൻ നിങ്ങളോട് ആജ്ഞാപിക്കുന്നു, ഉദൂനി, നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കണം, അസ്തജിബ് ലക്കും, ഞാൻ നിങ്ങൾക്ക് ഉത്തരം ചെയ്യാം. നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കണം, ഞാൻ നിങ്ങൾക്ക് ഉത്തരം ചെയ്യാം. പ്രയാസങ്ങളുണ്ടാകും മനുഷ്യ ജീവിതത്തിൽ, ബുദ്ധിമുട്ടുകൾ കടന്നുവരും, കഷ്ടപ്പാടുകൾ നേരിടേണ്ടി വരും, പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കപ്പെടും. പക്ഷേ ഈ ഘട്ടങ്ങളിലൊക്കെ അകമഴിഞ്ഞ് മനസ്സറിഞ്ഞ് ഉള്ളുരുകി നിങ്ങൾ എന്നോട് പ്രാർത്ഥിച്ചാൽ, നിങ്ങളുടെ നാഥനായ റബ്ബിനോട് തേടിയാൽ ആ റബ്ബ് നിങ്ങൾക്ക് ഉത്തരം നൽകും. എന്നാൽ ആ റബ്ബിനോട് മാത്രം തേടുന്നതിന് പകരം ആ റബ്ബിനെ വിട്ട് മറ്റുള്ളവരിലേക്ക് പോയാൽ, അമ്പിയാക്കളിലേക്കോ ഔലിയാക്കളിലേക്കോ ദിവ്യന്മാരിലേക്കോ സിദ്ധന്മാരിലേക്കോ വ്യക്തികളിലേക്കോ ശക്തികളിലേക്കോ ജിന്നുകളിലേക്കോ ശൈത്താന്മാരിലേക്കോ മലക്കുകളിലേക്കോ നിങ്ങളുടെ ഈ സഹായത്തേട്ടം, ഈ ഇസ്തിഗാസ, ഈ പ്രാർത്ഥന പോവുകയാണെങ്കിൽ ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദത്തി സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ, അഹങ്കാരത്തോടുകൂടി എനിക്ക് മാത്രം അർപ്പിക്കേണ്ട ആരാധനയുടെ ഭാഗങ്ങൾ എന്നിലേക്കല്ലാതെ മറ്റുള്ളവരിലേക്ക് അർപ്പിക്കുന്നവർക്ക് കടുത്ത ശിക്ഷയുണ്ട് എന്ന് വിശുദ്ധ ഖുർആനിലൂടെ ഈ പ്രപഞ്ചനാഥൻ മനുഷ്യ സമൂഹത്തെ പഠിപ്പിക്കുകയാണ്. നോക്കൂ, നിങ്ങൾ മതത്തിന്റെയും ധാർമ്മികതയുടെയും അടിസ്ഥാനം ഇവിടെയാണ് നിലകൊള്ളുന്നത്. ഈ രീതിയിൽ പടച്ചവനെ പരിചയപ്പെടുത്തുമ്പോഴാണ് എല്ലാ മേഖലയിലും നവോത്ഥാനമുണ്ടായിത്തീരുന്നത്, എല്ലാ മേഖലയിലും നവോത്ഥാനമുണ്ടായിത്തീരുന്നത്. അങ്ങനെയുള്ള ഒരു നവോത്ഥാനം പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഇരുണ്ട യുഗത്തിൽ, ഡാർക്ക് ഏജ് എന്ന് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയ ആ യുഗത്തിൽ സൃഷ്ടിച്ചെടുത്തിട്ടുണ്ട്. ഒരു ഖൈർ ഉമ്മത്തിനെ ഈ രീതിയിൽ മതത്തിന്റെയും ധാർമ്മികതയുടെയും അടിസ്ഥാനത്തിൽ പ്രവാചകൻ പരിവർത്തിപ്പിച്ചെടുത്തിട്ടുണ്ട്. കുന്തും ഖൈറ ഉമ്മ ഉഖ്രിജത് ലിന്നാസ് തഅ്മുറൂന ബിൽ മഅറൂഫ് വതൻഹൗന അനിൽ മുൻകർ, നിങ്ങൾ ഉത്തമ സമൂഹമാണ്, ജനങ്ങൾക്ക് വേണ്ടി രംഗത്ത് കൊണ്ടുവരപ്പെട്ടവരാണ് നിങ്ങൾ ഖൈർ ഉമ്മത്താണ്. ആ ഖൈർ ഉമ്മത്തിനെ പരിവർത്തിപ്പിച്ചത്, ആ രീതിയിലേക്ക് അവരെ മാറ്റിയെടുത്തത് മതത്തിന്റെയും ധാർമ്മികതയുടെയും അടിസ്ഥാനത്തിലുള്ള നവോത്ഥാനം ഉണ്ടായപ്പോഴാണ്. അവിടെ ഒന്നാമത്തെ നവോത്ഥാനം കടന്നു വരേണ്ടത് പടച്ചവനെ മനസ്സിലാക്കുന്നിടത്താണ്. നമ്മെ സൃഷ്ടിച്ച നാഥൻ, നമ്മെ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന നാഥൻ പോരാ. അല്ലദീ ജഅല ലക്കുമുൽ അർള ഫിറാശ വസ്സമാഅ ബിനാഅ, നോക്കൂ, നിങ്ങൾ ആകാശത്തോരെടുപ്പെന്ന വണ്ണം സംവിധാനിച്ചു തന്ന പടച്ച തമ്പുരാൻ പോരാ, ഈ ഭൂമിയെ നിങ്ങൾക്കൊരു വിരിപ്പെന്ന പോലെ സംവിധാനിച്ചു സൃഷ്ടിച്ചു നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്ന പടച്ച തമ്പുരാൻ. ഭൂമി എടുത്തു നോക്കൂ, നിങ്ങൾ ആവശ്യമുള്ളതൊക്കെ കുഴിച്ചെടുക്കാം, ആവശ്യമില്ലാത്തതെല്ലാം കുഴിച്ചിടാം. ശുദ്ധജലം വേണോ, സ്വർണം വേണോ, ഇന്ധനം വേണോ, ഇരുമ്പ് വേണോ, എല്ലാം ഭൂമിയിലുണ്ട്. നിങ്ങൾക്ക് കുഴിച്ചെടുത്ത ഭൂമിയിൽ നിന്ന് അള്ള സംവിധാനിച്ചിട്ടുണ്ട്. നമുക്ക് ഉപദ്രവകരമായി തീരുന്ന എന്തും ഭൂമിയിൽ അടക്കം ചെയ്യാം. ആരാണ് സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഈ ഭൂമിയെ ഈ വിധത്തിൽ സംവിധാനിച്ചത്? എത്ര നിലവുകൾ വേണമെങ്കിലും കെട്ടിപ്പൊക്കാം ഈ ഭൂമിയിൽ. നമുക്ക് ആവശ്യമുള്ളതെല്ലാം കുഴിച്ചിട്ട് നമ്മൾക്ക് ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ സാധിക്കുന്ന വിധത്തിൽ ഈ ഭൂമിയെ സംവിധാനിച്ചവൻ, ആകാശത്തെ, നമ്മളുടെ തലക്ക് മുകളിലുള്ള ഈ അന്തരീക്ഷത്തെ, സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും കോടിക്കണക്കിന് ഗാലക്സികൾ, അനന്തമജ്ഞാതം അവർണ്ണനീയം, ഈ ലോകഗോളം തിരിയുന്ന മാർഗം, അതിലെങ്ങാണ്ടൊരിടത്തിരുന്ന് കാണുന്ന മർത്യൻ കഥയെന്തറിവൂ, കവി ചോദിച്ചതുപോലെ അനന്തമായ ഈ ആകാശത്തെ, ഈ അണ്ടകടാഹങ്ങളെ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന ആ പടച്ച തമ്പുരാനുണ്ടല്ലോ, ആ റബ്ബിനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ. വൈദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവത ദാഇ ഇദാ ദഅനി ഫൽയസ്തജീബൂ ലി വൽയുമിനൂ ബി ലഅല്ലഹും യർഷുദൂൻ. പ്രവാചകരെ, എന്റെ അടിമകൾ എന്നെക്കുറിച്ച് താങ്കളോട് ചോദിച്ചാൽ നീ അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കണം. അള്ളാഹുവിനെക്കുറിച്ച്
ആ പ്രപഞ്ച സൃഷ്ടാവിനെക്കുറിച്ച് അവർ ആരാധിക്കേണ്ട, വണങ്ങേണ്ട, ജീവിതത്തെ സമർപ്പിക്കേണ്ട ആ നാഥനെക്കുറിച്ച് എന്റെ അടിമകൾ മനുഷ്യർ നിന്നോട് ചോദിച്ചാൽ നീ അവർക്ക് പറഞ്ഞുകൊടുക്കണം. എന്താ പറഞ്ഞു കൊടുക്കേണ്ടത്? ഫഇന്നി ഖരീബ്, ഞാൻ അവരുടെ സമീപസ്ഥനാണ്. നഹ്നു അഖ്റബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്, അവന്റെ ജീവനാഡിയേക്കാൾ, കണ്ഠനാഡിയേക്കാൾ അവനോട് അടുത്തവനാണ് ഞാൻ. പോരാ, നഹ്നു, അവന്റെ മനസ്സു മന്ത്രിക്കുന്നതും അവന്റെ ഖായിനത്തുൽ അയ്യുൻ, കണ്ണിന്റെ കട്ടുനോട്ടം പോലും അറിയുന്നവനാണ് ഞാൻ. ആ രീതിയിൽ സദാ അവനെ നിരീക്ഷിക്കുന്ന, അവന്റെ എല്ലാ കാര്യങ്ങളും അറിയുന്ന, അവനോട് ഏറ്റവും അടുത്തു നിൽക്കുന്ന അങ്ങനെയുള്ള എന്നെ നീ പരിചയപ്പെടുത്തി കൊടുക്കണം. പോരാ, അതോടൊപ്പം അവർക്ക് നീ പറഞ്ഞു കൊടുക്കേണ്ടത്, വിശദീകരിച്ചു കൊടുക്കേണ്ട മറ്റൊരു കാര്യം എന്താണ്? എന്നോട് പ്രാർത്ഥിക്കുന്നവന്റെ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഉത്തരം നൽകും. എന്നോട് പ്രാർത്ഥിക്കുന്നവന്റെ പ്രാർത്ഥനയ്ക്ക് ഉജീബു ദഅവത ദാഇ ഇദാ ദഅാനി, എന്നോട് പ്രാർത്ഥിക്കുന്നവന്റെ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഉത്തരം നൽകും. അതുകൊണ്ട് ഫൽയസ്തജീബൂലി വൽയുമിനൂ ബി, അവരെന്റെ ആഹ്വാനം ഉൾക്കൊള്ളട്ടെ, അവർ എന്നിൽ വിശ്വസിക്കട്ടെ, അവർ നേർമാർഗം പ്രാപിച്ചേക്കാം. എന്നോട് പ്രാർത്ഥിക്കുന്നവന്റെ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഉത്തരം നൽകും. പടച്ചവനല്ലാത്ത മറ്റേതൊരു പടപ്പിനോട് പ്രാർത്ഥിച്ചാലും പടച്ചവൻ ഉത്തരം ചെയ്യുകയില്ല എന്ന് വിശുദ്ധ ഖുർആൻ തീർത്തു പറയുന്നു. മനുഷ്യ സമൂഹത്തെ അത് പഠിപ്പിക്കുന്നു. അമ്പിയാക്കളാണെങ്കിലും ഔലിയാക്കളാണെങ്കിലും ദിവ്യന്മാരാണെങ്കിലും സിദ്ധന്മാരാണെങ്കിലും ഏതൊക്കെ ശക്തികളോ വ്യക്തികളോ ആവട്ടെ, അവരോടൊന്നും തേടിയാൽ അവരാരും ഉത്തരം ചെയ്യുകയില്ല. മാത്രവുമല്ല, അത്തരത്തിലുള്ള തേട്ടം അങ്ങേയറ്റത്തെ അധർമ്മമാണ്, അത് നവോത്ഥാനത്തിന് വിരുദ്ധമാണ്, ധാർമ്മികതക്കെതിരാണ് എന്നും വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. വമൻ നവല്ലു മിമ്മൻ യദൂ മിൻ ദൂനില്ലാഹ് മൻ ലാ യസ്തജീബു ലഹു ഇലാ യൗമിൽ ഖിയാമ വഹും അൻ ദുആഇഹിം ഗാഫിലൂൻ. വമൻ നവല്ലു, അങ്ങേയറ്റം പിഴച്ചുപോയവനാരുണ്ട്. മിമ്മൻ യദൂ, അവൻ വിളിച്ചു തേടുന്നു, അവൻ വിളിച്ചു പ്രാർത്ഥിക്കുന്നു. മിൻ ദൂനില്ലാഹ്, പടച്ചവന് പുറമെ, പടച്ചവനോട് തേടുന്നുണ്ട്, പക്ഷേ പടച്ചവന് പുറമെ, സൃഷ്ടിച്ച നാഥന് പുറമെ മറ്റുള്ള പല ശക്തികളോടും അവൻ തേടുന്നു. എന്താണ് ആ ശക്തികളുടെ പ്രത്യേകത? മല്ലാ യസ്തജീബു ലഹു ഇലാ യൗമിൽ ഖിയാമ, അന്ത്യദിനം വരെ ഉത്തരം ചെയ്യാൻ സാധിക്കാത്ത ശക്തികളോട്. അതിൽ അമ്പിയാക്കൾ പെടും, ഔലിയാക്കൾ പെടും, ജിന്ന് പെടും, ശൈത്താൻ പെടും എന്ന് മുഫസ്സിറുകൾ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത്തരത്തിലുള്ള ശക്തികളോട് വിളിച്ചു തേടുന്നത് അങ്ങേയറ്റത്തെ അധർമ്മമാണ്, അങ്ങേയറ്റത്തെ വഴികേടാണ്. വഹും അൻ ദുആഇഹിം ഗാഫിലൂൻ, ഇവരുടെ പ്രാർത്ഥനയെ തൊട്ട് അവർ അശ്രദ്ധരുമാണ്. പോരാതിനക്കപ്പുറം വഇദാ ഹുശിറന്നാസ് കാനൂ ലഹും അഅദാൻ വകാനൂ ബിഇബാദതിഹിം കാഫിരീൻ. കാനൂലഹും അഅദാൻ, നാളെ പരലോകത്തിൽ ജനങ്ങൾ ഒരുമിച്ചു കൂട്ടപ്പെട്ടാൽ മനുഷ്യർ പടച്ചവന് പുറമെ ആരൊക്കെ വിളിച്ചു തേടിയിട്ടുണ്ടോ അവരെല്ലാം ഈ വിളിച്ചു തേടിയവരുടെ ശത്രുക്കളായി തീരുമെന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു തരുന്നു. അതിനുമപ്പുറം വകാനൂ ബിഇബാദതിഹിം കാഫിരീൻ, അവർ ഇവർക്ക് നടത്തിയ ഇബാദത്തിനെ, ആരാധനയെ, പൂജയെ, പ്രാർത്ഥനയെ, ആ ഇസ്തിഗാസയെ, ആ ഇസ്തിആനത്തിനെ അവർ നിഷേധിക്കുകയും ചെയ്യും. വകാനൂ ബിഇബാദതിഹിം കാഫിരീൻ. ഖുർആൻ വളരെ കൃത്യമായി സമൂഹത്തിന്റെ മുമ്പിൽ വെക്കുന്നു. നോക്കൂ നിങ്ങൾ, ഇസ്ലാഹി പ്രസ്ഥാനം പ്രഥമമായി സമൂഹത്തെ ബോധ്യപ്പെടുത്തിയത് ഇത്തരത്തിൽ പടച്ച തമ്പുരാന് കീഴ്പ്പെട്ടു ജീവിക്കണമെന്നതാ. എന്റെ ഇസ്ലാഹി പ്രസ്ഥാനം ഈ രീതിയിൽ സമൂഹത്തിന് പരിചയപ്പെടുത്തി കൊടുക്കാൻ കാരണം പ്രവാചകന്മാരുടെ ചര്യാത. ഇരുണ്ട യുഗത്തിലെ സമൂഹത്തെ പരിവർത്തിപ്പിച്ചെടുക്കാൻ പ്രവാചകൻ കാണിച്ച മാർഗമത റബ്ബിനെ പരിചയപ്പെടുത്തി കൊടുത്തു. ആ റബ്ബിനോട് മാത്രമേ നിങ്ങളുടെ പ്രാർത്ഥനകൾ നടത്താൻ പാടുള്ളൂ. വൈബിയായ വിധത്തിൽ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി നിങ്ങളുടെ സഹായത്തേട്ടം മുഴുവൻ, ഇസ്തിഗാസ മുഴുവൻ നിങ്ങൾ സമർപ്പിക്കേണ്ടത് പടച്ച തമ്പുരാനിലേക്ക് മാത്രമാണ്. ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ, നിന്നെ മാത്രമേ ഞങ്ങൾ ആരാധിക്കുകയുള്ളൂ, നിന്നോട് മാത്രമേ ഞങ്ങൾ സഹായം തേടുകയുള്ളൂ എന്ന പ്രഖ്യാപനം പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സമൂഹത്തിന്റെ ജീവിതചര്യയായി അവർ മാറ്റിയെടുക്കുന്ന വിധത്തിൽ അവരെ പരിവർത്തിപ്പിച്ചു. ഈ ഒരു പരിവർത്തനത്തിലൂടെയാണ് അവർക്ക് നവോത്ഥാനമുണ്ടായത്. ഇതുതന്നെയാണ് മുജാഹിദ് പ്രസ്ഥാനവും സമൂഹത്തിൽ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഖേദകരമെന്ന് പറയട്ടെ, മുജാഹിദ് പ്രസ്ഥാനം രൂപീകൃതമായി കേരള ജംഇയ്യത്തുൽ ഉലമ
കേരള ജംഇയ്യത്തുൽ ഉലമ രൂപീകൃതമായി. പിൽക്കാലത്ത് പിന്നീട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുണ്ടായി. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഉസ്താദുമാർ സമൂഹത്തിലേക്ക് പകർന്നുകൊടുത്തത് ഈ ധാർമ്മികതക്കും നവോത്ഥാനത്തിനും വിരുദ്ധമായിട്ടുള്ള ആശയങ്ങളായിരുന്നു. അവരുടെ ഉസ്താദുമാർ സമൂഹത്തെ പഠിപ്പിച്ചത് ഏകനായ പടച്ചവനോടൊപ്പം, ഏകനായ സൃഷ്ടാവിനോടൊപ്പം നിങ്ങൾക്ക് പടപ്പുകളോട് തേടാം, അമ്പിയാക്കളോടും ഔലിയാക്കളോടും തേടാം. അത് അവരോടുള്ള സഹായത്തേട്ടമാണ്. പടച്ചവൻ അവർക്ക് കൊടുത്ത കഴിവിൽ നിന്ന് ചോദിക്കലാണ്. അതിന് യാതൊരു കുഴപ്പവുമില്ല എന്ന രീതിയിൽ സമൂഹത്തെ അവർ പഠിപ്പിക്കുകയുണ്ടായി. എന്നാൽ ഇത് പൂർണ്ണമായി ഇസ്ലാമിന്റെ വിരുദ്ധമാണ്. ഇസ്തിഗാസ, സഹായത്തേട്ടം എന്ന് പറയുന്ന ഈ പദം പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. സാധാരണ മനുഷ്യരുടെ കഴിവിൽപ്പെട്ട കാര്യങ്ങൾ പരസ്പരം ചോദിക്കുന്നതിനും പരസ്പരം സഹായിക്കുന്നതിനും അറബി ഭാഷയിൽ ഇസ്തിഗാസ എന്ന് പറയും, സഹായത്തേട്ടം എന്ന് പറയും. എന്നാൽ അതേ രീതിയിൽ തന്നെ പടച്ച തമ്പുരാനിലേക്ക് മാത്രം സമർപ്പിക്കേണ്ട പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥനക്കും വിശുദ്ധ ഖുർആൻ ഇസ്തിഗാസ എന്നാണ് പേരിട്ട് നൽകിയിട്ടുള്ളത്. സൂറത്ത് അൻഫാലിലെ 9-ാമത്തെ വചനം പരിശോധിച്ചു നോക്കൂ നിങ്ങൾ. ബദർ യുദ്ധത്തിന്റെ രംഗമുണ്ട്. മുസ്ലിങ്ങളെ മുളയിലെ നുള്ളണം എന്ന ആ ബോധത്തോടുകൂടി മുസ്ലിങ്ങൾക്കെതിരിൽ സകലവിധ മർദ്ദനമുറകളും ഉപയോഗപ്പെടുത്തിയിട്ടുള്ള ഖുറൈശി പ്രമുഖന്മാർ അവരൊരു യുദ്ധത്തിന്റെ വക്കിലാണ്. പ്രവാചകനെതിരെ 300-ലധികം വരുന്ന പ്രവാചകനും അനുയായികളും. എന്നാൽ ആ പ്രവാചകന്റെ ശത്രുക്കൾ, മുസ്ലിങ്ങളുടെ ശത്രുക്കൾ, അബൂജഹലിന്റെ നേതൃത്വത്തിലുള്ള 1000-ലധികം വരുന്ന സർവായുധ സജ്ജരായ ആ പടക്കു മുമ്പിൽ പിടിച്ചു നിൽക്കാൻ പടച്ച തമ്പുരാനോട് നടത്തിയിട്ടുള്ള പ്രാർത്ഥനയുണ്ട് ചരിത്രത്തിൽ. അല്ലാഹുമ്മ ഇൻ തുഹ്ലിക് ഹാദിൽ ഉസാബ, പടച്ചവനെ ഈ ചെറിയ സംഘത്തെ എങ്ങാണ്ട് നീ ഇവിടെ നശിപ്പിക്കുകയാണെങ്കിൽ ഇനി ഈ നാട്ടിൽ നീ മാത്രം ആരാധിക്കപ്പെടുന്ന അവസ്ഥ ഉണ്ടാവുകയില്ല തമ്പുരാനെ എന്ന് തന്റെ കക്ഷം വെളിപ്പെടുന്ന വിധത്തിൽ ആകാശത്തിലേക്ക് കൈയുയർത്തി പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ നടത്തിയ പ്രാർത്ഥനയെക്കുറിച്ച് ഖുർആൻ സൂറത്ത് അൻഫാലിലെ 9-ാമത്തെ വചനത്തിൽ സൂചിപ്പിച്ചത് ഇത് തസ്തഈസൂന റബ്ബക്കും എന്നാണ്. ഇത് തസ്തഈസൂന റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് ഇസ്തിഗാസ നടത്തിയ സന്ദർഭം, സഹായം തേടിയ സന്ദർഭം, പ്രാർത്ഥിച്ച സന്ദർഭം. ഫസ്തജാബ ലക്കും അന്നീ മുമിദ്ദുക്കും ബിഅൽഫിൻ മിനൽ മലായികത്തി മുർദിഫീൻ. അപ്പോൾ ആ റബ്ബ് നിങ്ങൾക്ക് മറുപടി നൽകി. എന്താ മറുപടി നൽകിയത്? ഞാൻ നിങ്ങളെ സഹായിക്കും, തുടരെ ഇറങ്ങുന്ന മലക്കുകളെ കൊണ്ട്, ആയിരക്കണക്കിന് മലക്കുകളെ കൊണ്ട് ഞാൻ നിങ്ങളെ സഹായിക്കും. ചരിത്രം നമുക്കറിയാം, സംഭവിച്ചു. ഇവിടെ നോക്ക്, പടച്ചവനോട് പ്രവാചകൻ 2 കൈയിന്റെ കക്ഷവും വെളിപ്പെടുന്ന വിധത്തിൽ ആകാശത്തിലേക്ക് കണ്ണുയർത്തി നടത്തിയിട്ടുള്ള പ്രാർത്ഥനക്ക് ഖുർആൻ ഉപയോഗിച്ച പദമാണ് ഇസ്തിഗാസ എന്നത്. ഈ ഇസ്തിഗാസ, ഈ സഹായത്തേട്ടം, വൈദിയായിട്ടുള്ള ഈ സഹായത്തേട്ടം പടച്ചവനല്ലാത്ത ഒരു ശക്തിയിലേക്കും നടത്താൻ പാടില്ല എന്നാണ് മതത്തിന്റെ, ധാർമ്മികതയിൽ അധിഷ്ഠിതമായിട്ടുള്ള മതത്തിന്റെ 1-ാമത്തെ സന്ദേശം. ഇതിന് വിരുദ്ധമായി പ്രവർത്തിച്ചാൽ, ഇതിന് വിരുദ്ധമായി അമ്പിയാക്കളോടോ ഔലിയാക്കളോടോ മലക്കുകളോടോ ജിന്നുകളോടോ മരങ്ങളോടോ അതുപോലെയുള്ള മറ്റുള്ള ദിവ്യന്മാരിലേക്കോ ശക്തികളിലേക്കോ വ്യക്തികളിലേക്കോ നമ്മളുടെ ഈ തേട്ടം, ഈ ഇസ്തിഗാസ നമ്മൾ സമർപ്പിച്ചാൽ അത് ഏറ്റവും വലിയ ധർമ്മമാണ്. ഇന്ന ശിർക ലളുൽമുൻ അളീം, ശിർക്ക് അതീവ ഗുരുതരമായ പാപമാണ്. ആ ശിർക്ക് ജീവിതത്തിൽ വന്നാൽ ഹറമല്ലാഹു അലൈഹിൽ ജന്ന, സ്വർഗം പടച്ചവൻ അവന് ഹറാമാക്കും, അവന് നിഷിദ്ധമാക്കുമെന്ന് ഖുർആൻ മുന്നറിയിപ്പ് നൽകുന്നു. വലഖദ് ഊഹിയ ഇലൈക വഇലല്ലദീന മിൻ ഖബ്ലിക ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക. പ്രവാചകരെ, താങ്കൾക്കും താങ്കളുടെ മുമ്പ് കഴിഞ്ഞുപോയ മുഴുവൻ പ്രവാചകന്മാർക്കും നാം നൽകിയിട്ടുള്ള നിർദ്ദേശം ലഇൻ അശ്റക്ത, താങ്കൾ തന്നെ ശിർക്ക് ചെയ്താൽ, ജീവിതത്തിൽ ശിർക്കുപരമായ വിശ്വാസം കടന്നു വന്നാൽ അമലുകൾ മുഴുവൻ തകർന്നു പോകും, നശിച്ചു പോകും, നീ നഷ്ടകാരികളുടെ കൂട്ടത്തിൽ പെട്ടുപോകും. സൂറത്തു സുമറിലെ 65-ാമത്തെ വചനത്തിൽ പടച്ചവൻ പഠിപ്പിക്കുകയാണ്. എന്നാൽ ഇതിന് വിരുദ്ധമായി
പടച്ചവൻ കൊടുത്ത കഴിവിൽ നിന്ന് ഞങ്ങൾ അമ്പിയാക്കളോടും ഔലിയാക്കളോടും ചോദിക്കുന്നു, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നില്ല, സഹായത്തേട്ടം നടത്തുകയാണ് എന്ന ആ ചിന്തയോടുകൂടി സമൂഹത്തെ വഴികേടിലേക്ക്, അധാർമികതയിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന ബഹുമാന്യരായ സമസ്തയുടെ ഉസ്താദുമാരുണ്ട്. അവർ ഇത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇതൊരിക്കലും മതത്തിന്റെയോ ധാർമ്മികതയുടെയോ അടിസ്ഥാനത്തിലുള്ള വാദമല്ല, മതത്തിന്റെ പുറത്തുള്ളതാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഭാഷയിൽ സഹായത്തേട്ടത്തിന് ഇസ്തിഹാസ ഉപയോഗിക്കാം. ഖുർആൻ അതും പറഞ്ഞിട്ടുണ്ട്. സൂറത്തു ഖസസിലെ 15-ാമത്തെ വചനത്തിൽ മൂസാ അലൈഹിസ്സലാം ഒരു ദിവസം അങ്ങാടിയിലേക്ക് ഇറങ്ങുമ്പോൾ തന്റെ കുടുംബക്കാരനും മറ്റൊരാളും പ്രശ്നങ്ങളുണ്ടാക്കുന്നു. അവിടെ യഖ്തത്തിലാനി, രണ്ടാളുകൾ പോരടിക്കുന്നു, തല്ലുകൂടുന്നു. ഈ സമയത്ത് മൂസാ അലൈഹിസ്സലാം അങ്ങനെ നിരീക്ഷിച്ചു. തന്റെ ശത്രുവുണ്ട് ഒരാൾ മിത്രമാണ്, കുടുംബക്കാരനാണ്. മൂസായെ കണ്ടപ്പോൾ കൂട്ടുകാരൻ, കുടുംബക്കാരൻ തന്റെ കക്ഷിയിൽപ്പെട്ടവൻ ശത്രുവിനെതിരെ മൂസാ അലൈഹിസ്സലാമയോട് ഇസ്തിഗാസ നടത്തി എന്നാ പറഞ്ഞിട്ടുള്ളത്. ഏതാണ് ആ സഹായത്തേട്ടം? മൂസ, എന്നെ ഒന്ന് സഹായിക്കണം, ഇവൻ എന്നെ ഉപദ്രവിക്കുന്നു. ഈ സഹായത്തേട്ടം ഇത് മനുഷ്യർക്ക് പരസ്പരം നടത്താവുന്നതാണ്, യാതൊരു കുഴപ്പവുമില്ല. ഇതിനും ഖുർആൻ ഇസ്തിഗാസ എന്ന് തന്നെയാ പറഞ്ഞിട്ടുള്ളത്. എന്നാൽ വൈബിയായ വിധത്തിൽ ഗുണമോ ദോഷമോ പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ നടത്തേണ്ട സഹായത്തേട്ടം മുഴുവനും പടച്ച തമ്പുരാനിൽ നിന്നു മാത്രമേ പാടുള്ളൂ എന്നതാണ് ഇസ്ലാഹി പ്രസ്ഥാനം ധാർമ്മികതയുടെ അടിത്തറയായി സമൂഹത്തെ പഠിപ്പിച്ചിട്ടുള്ളത്. ആ ധാർമ്മികതയിൽ നിന്നുകൊണ്ട് മുന്നോട്ട് പോകുമ്പോഴാണ് എല്ലാം അറിയുന്ന ആ പടച്ച തമ്പുരാന് കീഴ്പ്പെട്ട് ജീവിക്കാൻ അവന് സാധിക്കുക. നോക്കൂ, വൈപറിയുന്നവൻ അല്ല മാത്രമാണ്. പ്രവാചകനോട് പ്രഖ്യാപിക്കാൻ പരിശുദ്ധ ഖുർആൻ ആഹ്വാനം ചെയ്യുന്നു. സൂറത്തു നംലിലെ വചനം 65-ാമത്തെ വചനം. ഖുൽ, പ്രവാചകരെ പ്രഖ്യാപിക്കുക, ലാ യഅലമു മൻ ഫിസ് സമാവാതി വൽ അർള് അൽ ഗൈബ ഇല്ലല്ലാഹ് വമാ യശ്ഉറൂന അയ്യാന യുബഅസൂൻ. പ്രവാചകരെ പറയുക, ലാ യഅലമു, അറിയുകയില്ല, മൻ ഫിസ് സമാവാത്, ആകാശങ്ങളിലുള്ള ആർക്കും അതുപോലെ തന്നെ ഭൂമിയിലുള്ള ആർക്കും അറിയില്ല, അൽ ഗൈബ, ഗൈബിനെ, ഇല്ലല്ലാഹ്, പടച്ചവനല്ലാത്ത മറ്റാർക്കും അറിയുകയില്ല. നോക്കൂ നിങ്ങൾ, പടച്ചവനു മാത്രമേ വൈബറിയുകയുള്ളൂ. പ്രവാചകനോട് പ്രഖ്യാപിക്കാൻ പടച്ചവൻ പ്രവാചകനോട് ആഹ്വാനം നടത്തുകയാണ്. അവർക്ക് എന്നാണ് അവർ പുനർജീവിപ്പിക്കപ്പെടുക എന്ന് പോലും അറിയുകയില്ല. എന്നാൽ ഒരുപാട് ശക്തികൾക്ക്, വ്യക്തികൾക്ക്, അമ്പിയാക്കൾക്കൊക്കെ വൈബറിയും, ജിന്നുകൾക്ക് വൈബറിയും. അതുകൊണ്ട് അവരെ ആരാധിക്കുകയും അവരെ പൂജിക്കുകയും ഒക്കെ ചെയ്താൽ, അവരോട് ഇത്തരത്തിലുള്ള ഇസ്തിഗാസ നടത്തിയാൽ അവരൊക്കെ നമുക്ക് വൈബറിയിച്ചു തരുമെന്ന രീതിയിൽ മതത്തിന് വിരുദ്ധമായ, ധാർമ്മികതയ്ക്ക് വിരുദ്ധമായിട്ടുള്ള, നവോത്ഥാനത്തിനെതിരായിട്ടുള്ള ജൽപ്പനങ്ങൾ സമൂഹത്തിൽ പ്രചരിപ്പിക്കുന്ന ആളുകളുണ്ട്. നോക്കൂ നിങ്ങൾ, പ്രവാചകനെ വിളിച്ച് പറയാൻ അല്ലാഹുവിന്റെ റസൂലിനോട് അല്ലാഹു കൽപ്പിച്ചതെന്താ? ഖുൽ, പ്രവാചകരെ പ്രഖ്യാപിക്കണം, ലാ അംലികു ലിനഫ്സി നഫ്അൻ വലാ ദർറ ഇല്ലാ മാ ഷാ അല്ലാഹ് വലൗ കുൻതു അഅലമുൽ ഗൈബ് ലസ്തക്സർതു മിനൽ ഖൈർ വമാ മസ്സനി അസ്സൂ. സൂറത്തു അഅറാഫിലെ 188-ാമത്തെ വചനം. ഖുൽ, പ്രവാചകരെ പ്രഖ്യാപിക്കണം, ലാ അംലികു ലിനഫ്സി നഫ്അൻ വലാ ദർറ, എനിക്കു തന്നെ ഉപകാരത്തെയോ ഉപദ്രവത്തെയോ ഞാൻ ഉടമപ്പെടുത്തുന്നില്ല പടച്ചവന്റെ തീരുമാനപ്രകാരമല്ലാതെ. ഞാൻ വൈപറിഞ്ഞിരുന്നുവെങ്കിൽ, അദൃശ്യ കാര്യങ്ങൾ, കാര്യകാരണ ബന്ധത്തിന് അതീതമായ ഇൽമ് എനിക്കുണ്ടായിരുന്നുവെങ്കിൽ, ലസ്തക്സർതു മിനൽ ഖൈർ, ഞാൻ നന്മ ഒരുപാട് അധികരിപ്പിക്കുമായിരുന്നു. വമാ മസ്സനി അസ്സൂ, യാതൊരു പ്രയാസവും എന്റെ ജീവിതത്തിൽ ഉണ്ടാകുമായിരുന്നില്ല. എനിക്ക് വൈബറിയില്ല. അതുകൊണ്ട് തന്നെ കാര്യകാരണ ബന്ധത്തിന് അതീതമായ ഒരറിവും എന്റെ അടുക്കലില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ഒന്നും ഉടമപ്പെടുത്താൻ എനിക്ക് സാധ്യമല്ല. എനിക്കു തന്നെ നഫ്ഇനെയോ ലറിനെയോ ഞാൻ ഉടമപ്പെടുത്തുന്നില്ല എന്ന് പ്രഖ്യാപിച്ച പ്രവാചകന്റെ മുടിയുമായി ഉരുചുറ്റുകയാണ് പലപ്പോഴും ഇന്ന് മുജാഹിദുകൾ, മുവഹിദുകൾ എന്ന് പറയുന്നവർ പോലും അതിന് അനുകൂലമായി സംസാരിക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഒരു മുടി സൂക്ഷിക്കാൻ വേണ്ടി കോടികളുടെ പള്ളി ആവശ്യമുണ്ടോ?
പള്ളിയെടുക്കാൻ പടച്ചവൻ കൽപ്പിച്ചിട്ടുണ്ട്. ഫീ ബുയൂത്തിൻ അതിനല്ലാഹ് അൻ യുർഫ വയുദ്കറ ഫീ അസ്മുഹു ഫീഹാ ബിൽ ഗുദുവി വൽ ആസാൽ. രാവിലെയും വൈകുന്നേരങ്ങളിലും പടച്ചവന്റെ നാമം പ്രകീർത്തിക്കപ്പെടുന്നതിനു വേണ്ടിയിട്ട് പള്ളികൾ, ഭവനങ്ങൾ നിർമ്മിക്കാൻ അല്ല കൽപ്പിക്കുന്നു. എന്നാൽ അല്ല കൽപ്പിച്ചിട്ടില്ല, പ്രവാചകൻ നിർദ്ദേശിച്ചിട്ടില്ല ഒരു മുടി സൂക്ഷിക്കുവാൻ, കോടികളുടെ പള്ളി നിർമ്മിക്കാൻ. ആ മുടിയിൽ നിന്ന് വല്ലതും ലഭ്യമാണോ? ഒന്നും ലഭ്യമല്ല എന്ന എനിക്കു തന്നെ ഉപകാരത്തെയോ ഉപദ്രവത്തെയോ ഉടമപ്പെടുത്താൻ എനിക്ക് സാധ്യമല്ല. നോക്കൂ നിങ്ങൾ, ഉഹുദ് യുദ്ധത്തിൽ ഖാലിദ് ഇബ്നു വലീദും ടീമും പരാജയപ്പെടുത്തുന്നത് തലയിൽ നിറയെ തിരുകേശമുള്ള പ്രവാചകനെയും അനുയായികളെയുമാണ്. ആ മുടി കൊണ്ട് വല്ല അത്ഭുതവും സൃഷ്ടിക്കാൻ സാധിച്ചിരുന്നുവെങ്കിൽ തന്റെ അനുയായികൾ മരിച്ചു വീഴുമ്പോൾ ഖാലിദിനെയും ടീമിനെയും പരാജയപ്പെടുത്താൻ തന്റെ ശരീരത്തിലുള്ള ഏതെങ്കിലും ഭാഗങ്ങളെടുത്ത് പ്രവാചകൻ അത്ഭുതങ്ങൾ കാണിക്കുമായിരുന്നു, ബർക്കത്തുകൾ വർഷിക്കുമായിരുന്നു. പക്ഷേ സാധ്യമായിട്ടില്ല. ആ പ്രവാചകൻ തന്നെ പറഞ്ഞത്, തന്റെ വിരലിനുള്ളിൽ കൂടി ഒഴുകിയ വെള്ളം തന്റെ അനുയായികൾക്ക് നൽകിയപ്പോൾ ഹയ്യാ അല തഹൂരിൽ മുബാറക്, ബർക്കത്താക്കപ്പെട്ട വെള്ളത്തിലേക്ക് നിങ്ങൾ വന്നോളൂ എന്ന് പ്രഖ്യാപിച്ചപ്പോൾ അതേ സമയം തന്നെ ആ പ്രവാചകൻ സമൂഹത്തെ പഠിപ്പിച്ചത് വൽ ബർക്കത്തു മിനല്ലാഹ്, ബർക്കത്ത് മുഴുവൻ പടച്ച തമ്പുരാനിൽ നിന്നു മാത്രമാണ് കേട്ടോ. വൈബിയായി നിങ്ങൾക്ക് ലഭിക്കേണ്ട മുഴുവൻ പുണ്യവും മുഴുവൻ നന്മയും ലഭ്യമാവേണ്ടത് പടച്ച തമ്പുരാനിൽ നിന്ന് മാത്രമാണ് എന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്തിയ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ബർക്കത്ത് ലഭ്യമാവേണമെങ്കിൽ വലൗ അന്ന അഹ്ലൽ ഖുറാ ആമനു വത്തഖൗ ലഫതഹ്നാ അലൈഹിം ബറകാത്തിൻ മിനസ് സമാഇ വൽ അർള്. വലൗ അന്ന അഹ്ലൽ ഖുറാ, ചരിത്രത്തിൽ ഒരുപാട് സമൂഹങ്ങളെ നശിപ്പിച്ച സംഭവം എടുത്തു പറഞ്ഞതിനു ശേഷം സൂറത്തു അഹ്റാഫിൽ ഖുർആൻ എടുത്തു പറയുന്നു വലൗ അന്ന അഹ്ലൽ ഖുറാ, ഈ നാട്ടുകാരായിരുന്നെങ്കിൽ ആമനു, ഈമാനുള്ളവർ, വിശ്വാസ്യ ദാർഢ്യതയുള്ളവർ, പടച്ച തമ്പുരാനിലുള്ള, പരലോകത്തിലുള്ള, പ്രവാചകന്മാരിലുള്ള, വേദങ്ങളിലുള്ള, മാലാഖമാരിലുള്ള ആ വിശ്വാസം കൃത്യമായി നിലനിർത്തുന്നവരായിരുന്നുവെങ്കിൽ വലൗ അന്ന അഹ്ലൽ ഖുറാ ആമനു, പോരാ, ആ വിശ്വാസത്തിനനുസരിച്ച് വത്തഖൗ, അവർ തഖ്വയുമുള്ളവരായിരുന്നെങ്കിൽ ലഫതഹ്നാ അലൈഹിം ബറകാത്തിൻ മിനസ് സമാഇ വൽ അർള്, ആകാശങ്ങളിൽ നിന്നും ഭൂമിയിൽ നിന്നുമുള്ള ബർക്കത്ത് നാം അവർക്ക് തുറന്നുകൊടുക്കുമായിരുന്നു. പരിശോധിച്ചത് സാധാരണഗതിയിൽ പ്രപഞ്ച നിയമത്തിൽ സംഭവിക്കാത്തൊരു കാര്യമാണ്. പക്ഷേ ഒരല്പമിരുന്ന് ആലോചിച്ചാൽ അതിനെന്തെത്ര പുതുമ. ഒരണ്ഡമുണ്ടായിരുന്നു അവിടെ, അതിലേക്ക് റൂഹിനെ സന്നിവേശിപ്പിച്ചു. ആ റൂഹിന്റെ പ്രവേശത്തോടുകൂടി അത് വളരാൻ തുടങ്ങി, കുഞ്ഞായി രൂപാന്തരപ്പെട്ടു. ഒരസംഭവ്യതയില്ല. ഇടക്കൊന്ന് ചോദിച്ചോട്ടെ ഞാൻ, ഇതൊരു തെളിവായി എടുത്തിട്ട് ഇനി ഏതെങ്കിലും പെണ്ണിന് പറയാൻ പറ്റുമോ? എങ്ങനെയാടി നിനക്ക് ഗർഭമുണ്ടായി? അതാണ്ടുണ്ടായി. എങ്ങനെ? നിങ്ങൾക്ക് ഇത് വിശ്വസിക്കാൻ വയ്യ, ഈ സാനബി ഉണ്ടായത് നിങ്ങൾക്ക് വിശ്വസിക്കാം, അതുപോലെ ഇത് പറയാൻ പറ്റുമോ? പറ്റൂല. നമ്മുടെ നാട്ടിലെ പല വയലുകളും ഇങ്ങനെയാ. അതങ്ങനെ ഉണ്ടായില്ല, അതുകൊണ്ട് ഇയാൾക്ക് ഉണ്ടായി, അതങ്ങനെ ഉണ്ടായില്ല, ഇവിടെ ഉണ്ടായി, ഇതാ നമ്മുടെ നാട്ടിലെ വയൽ. അങ്ങനെ പറയാൻ പാടില്ല, വിവരക്കേടാണത്. മൂസാ നബി അലൈഹി ഇസ്ലാമിന് ഒരു വടി ഉണ്ടായിരുന്നു. ആ വടി എപ്പോഴും പാമ്പാവാറില്ല. അങ്ങനെയാണെങ്കിൽ മൂസാ നബി അതുകൊണ്ട് കുടുങ്ങുമായിരുന്നു. അത് കടിച്ചിട്ട് ഈ വടി പാമ്പായിക്കൂടെ എന്ന് പറയാമതല്ല. അത് ഓരോ സംഭവങ്ങളും, അസാധാരണ സംഭവങ്ങൾ ഒരിടത്ത് സംഭവിച്ചാൽ അത് അതുപോലത്തെ മറ്റൊരാൾക്ക് സംഭവിക്കുമെന്നത് വെറും ബടായി മാത്ര, അത് ഉണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ ലോകത്തെ എല്ലാ പെണ്ണിനും, പിഴച്ച പെണ്ണിനും ന്യായീകരണം പറയാം, ഞങ്ങളൊക്കെ ഗർഭം മലക്കാണ്. എന്റെ സുഹൃത്തുക്കളെ വേദനിപ്പിക്കണമെന്ന് എനിക്കില്ല. പക്ഷെ ഞാൻ നിങ്ങളുടെ ചിന്തയ്ക്ക് വേണ്ടി ഒരു കാര്യം പറഞ്ഞോട്ടെ. അവരാരെങ്കിലും പറഞ്ഞോ മറിയമ്മിനോട് ഇത് ജിന്ന് കൂടിയതാന്ന്? ഞാൻ മുമ്പ് ഇത് പറയില്ലായിരുന്നു. പക്ഷെ വേദനയോടെ ഞാൻ പറയുന്നത്, വേദനയോടെ അഭിനയിക്കുകയല്ല ഞാൻ. നിങ്ങൾ ആലോചിക്കണം, അങ്ങനെ ഒരു ചോയ്സ് അവിടെ ബാക്കി ഉണ്ടായിരുന്നുവോ? അങ്ങനെ ഒരു സാഹചര്യം, ഒരു സ്ത്രീ ഗർഭിണിയായി മാറാൻ ഒരു ജിന്ന് അവളിൽ പ്രവേശിക്കുകയോ അവളെ ലൈംഗികമായി ബന്ധപ്പെടുകയോ ചെയ്യുക എന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നുവെങ്കിൽ അത് പറയാൻ ഏറ്റവും അർഹതപ്പെട്ട സമയമാണ് മറിയം അലൈഹി ഇസ്ലാമിന്റേതെന്നും ചിന്തിക്ക്. അവരാരും പറഞ്ഞില്ല, ഖുർആനും പറഞ്ഞില്ല, ആ സാധ്യത പോലും ആരും പറഞ്ഞില്ല. അങ്ങനെ ഒരു വിഷയമേ ഉത്ഭവിക്കുന്നില്ല. പിന്നെ എവിടുന്ന് കിട്ടി ഈ കെട്ടുകഥ? മനുഷ്യ സ്ത്രീകളുമായി ജിന്നുകൾ ബന്ധപ്പെടുക, എന്നിട്ട് അതിൽ കുഞ്ഞു ജനിക്കുക,
ആരാടോ ഈ പെരുന്നുണ പ്രചരിപ്പിക്കാൻ നിങ്ങളെ ചുമതലപ്പെടുത്തിയത്? ആ പെരുന്നുണയും പേറി നടക്കുന്നവരോട് സ്നേഹപൂർവ്വം ചോദിക്കട്ടെ, ഈ മാറാപ്പ് ഒന്ന് ഇറക്കി വെക്കാൻ സമയമായില്ലേ? ഈ മാറാപ്പ് ഏതൊരു അന്ധവിശ്വാസത്തിനെതിരെയാണോ സലഫി പ്രസ്ഥാനം കേരളത്തിന് നഗരാന്തരങ്ങളിൽ ഗ്രാമാന്തരങ്ങളിൽ വയലും പ്രബോധന പ്രവർത്തനവുമായി സാഹസപ്പെട്ടത്, അതേ അബദ്ധവിശ്വാസങ്ങൾ സമൂഹത്തിന്റെ മുന്നിൽ ശരിയാണെന്ന് പറഞ്ഞ് പാടുപെടുകയാണ് നിങ്ങൾ. എന്നിട്ട് അതിനെ ന്യായീകരിക്കാൻ മെനക്കെടുകയോ? ഒന്നാലോചിക്ക് സുബോധമുണ്ടെങ്കിൽ. ഈ സദസ്സിൽ ആ സുഹൃത്തുക്കളോട് സഹകരിക്കുന്നവരുണ്ടാവാം, എന്നെ വെറുക്കാണ്ടിരിക്കുക. നിങ്ങളുടെ മസ്തിഷ്കം മരവിച്ചിട്ടില്ലെങ്കിൽ ഈ ഒരു ചാൻസ്, ഈ സന്ദർഭത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അങ്ങനെ ഒരു സാധ്യതയെപ്പറ്റി കണ്ടുകൂടായിരുന്നു? അവർക്ക് ചോദിക്കാമായിരുന്നില്ല മറിയമിനോട്, മറിയമേ ഏത് ജിന്നാടിയെന്ന്? അപ്പൊ പറഞ്ഞുകൂടായിരുന്നു ഇഫിരീത്താണെന്ന്? അങ്ങനെ ഒരു സാധ്യതയില്ല. ഖുർആൻ പറഞ്ഞിട്ടേയില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടേയില്ല. ഒരു പെണ്ണും പേടിക്കണ്ട, നിങ്ങളെ ഒരു ജിന്നും വ്യഭിചരിക്കില്ല. ഒരാണും ഭയപ്പെടണ്ട, നിങ്ങളൊക്കെ നിങ്ങളെ ബാപ്പാന്റെ മക്കളാ, ജിന്നിന്റെ മക്കളല്ല. നിങ്ങളാരും പേടിക്കണ്ട, നിങ്ങളെ മക്കൾ തന്നെയാണ്, അത് ജിന്നിന്റെ മക്കളല്ല. കുരുത്തക്കേട് കാണുമ്പോ എന്റെ തന്നെയാണോ എന്ന് വിചാരിക്കണ്ട, അത് അവനാന്റെ തന്നെ. വേദനയോടെ പറയട്ടെ, വേദനയോടെ. അപ്പോ മറിയം അലൈഹിസ്സലാം ഗർഭിണിയായി എന്ന് പറയുന്ന സന്ദർഭത്തെപ്പറ്റി ഖുർആൻ ഇത്ര പറഞ്ഞു തന്നു. ഇനി എന്താ പ്രസവത്തെ? അപ്പോഴവിടെ ഒരു സംശയമുണ്ടാവും, ഒരു ചോദ്യമുണ്ടാവും. അതെന്താ? ഇങ്ങനെ ഉണ്ടാവുന്ന ഒരു കുഞ്ഞിനെ ദൈവത്തിന്റെ പുത്രനാണെന്ന് വിശേഷിപ്പിച്ചുകൂടെ? പിതാവില്ല, ഒരു പെണ്ണ് ഗർഭിണിയാവുകയാണ് എങ്കിൽ അവിടെ നമുക്ക് ഇങ്ങനെ ഒരു ചാൻസ് പറഞ്ഞുകൂടെ ദൈവത്തിന്റെ പുത്രനെന്ന്? പരിശോധിക്കുക, ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. ഇത് ഖുർആൻ കാണാതെ പോയെങ്കിൽ അയ്യോ ഖുർആൻ എന്ന് പറയേണ്ടിയിരുന്നു. ഖുർആൻ പറഞ്ഞു ഈ സാധ്യത, ഈ സംശയത്തിന് മറുപടി. ഇന്ന മസല ഈസ ഇൻദല്ലാഹി കമസലി ആദം ഖലഖഹു മിൻ തുറാബ് സുമ്മ ഖാല ലഹു കുൻ ഫയകൂൻ. ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ ഉപമ എന്റെ പക്കൽ, അള്ളാന്റെ പക്കൽ ആദം അലൈഹി ഇസ്ലാമിന്റേത് പോലെയാണ്. ഖാല ലഹു കുൻ, ഉണ്ടാവൂ എന്ന് അള്ളാഹു കൽപ്പിച്ചു. ഫയകൂൻ, അതുണ്ടാവുകയും ചെയ്തു. എന്താ ഖുർആന്റെ വെല്ലുവിളി എന്നറിയോ, സമർത്ഥനം എന്നറിയോ? പിതാവില്ലാതെ ജനിച്ചതിന്റെ പേരിൽ ഈസാ നബി അലൈഹി ഇസ്ലാമിനെ ദൈവത്തിന്റെ പുത്രനാണെന്ന് നിങ്ങൾ വിശേഷിപ്പിക്കുന്നുവെങ്കിൽ ആ വിശേഷണത്തിന് ഒന്നാമത്തെ അർഹത ആദമിനാണോ? കാരണം ആദമിന് പിതാവുമില്ല മാതാവുമില്ലല്ലോ. എന്താണ് ഈ കിതാബ്? ഈ ബുദ്ധി കിതാബല്ലാതെ പറഞ്ഞുതരോ? ഈ ന്യായം, ഈ സത്യം, ഈ തത്വം